أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم മിൻഹാജു താലിബീൻ അഥവാ അള്ളാഹുവിൻ്റെ വഴി തേടുന്നവർക്കുള്ള മാർഗരേഖ. അള്ളാഹുവിൻ്റെ വഴി ഏത് എന്നുള്ളത് അതിൻ്റെ തേട്ടമുള്ളവർക്ക് ഉള്ള വഴി എന്ന നിലയിലാണ് ഹുസൂർ തിരുമനസി ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പ് ചില പാപങ്ങളെക്കുറിച്ചുള്ള അറിവില്ലാത്തതുകൊണ്ട് പാപമംഗലമായ ജീവിതത്തിലേക്ക് പോവുകയും അത് തെറ്റാണോ ശരിയാണോ എന്ന്, അബദ്ധമാണോ ശരിയാണോ എന്ന് അറിയാതെ അതിലകപ്പെടുകയും ചെയ്യുന്നവർക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അവബോധം, അത് വ്യക്തിപരമായ തിന്മകൾ, സാമൂഹ്യമായിട്ടുള്ള തിന്മകൾ, അള്ളാഹുവിൻ്റെ മലക്കുകളുമായി ബന്ധപ്പെട്ട തിന്മകൾ, അള്ളാഹുമായിട്ട് നേരിട്ട് ബന്ധമുള്ള തിന്മകൾ, മറ്റുള്ള മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട തിന്മകൾ, അതേപോലെ മറ്റ് ജീവികളുമായി ബന്ധപ്പെട്ട തിന്മകൾ, ഇങ്ങനെയുള്ള തിന്മകളെക്കുറിച്ചും അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് രക്ഷപ്പെടാനുള്ള മാർഗവും അതിനുള്ള സാഹചര്യവും, അങ്ങനെ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ അടയാളങ്ങൾ എന്തായിരിക്കും എന്നുള്ളതുമാണ് പറഞ്ഞത്. അത് തിന്മയെക്കുറിച്ച് അറിയാതെ തിന്മയിൽ അകപ്പെടുന്ന ആളുകളെ കുറിച്ചാണ്. അതേസമയത്ത് തിന്മകളെക്കുറിച്ച് അറിയാം. ഇപ്പൊ കുറെ ആൾക്കാർ അതെല്ലാം തിന്മ കേട്ട് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. തിന്മനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം, പക്ഷെ അറിഞ്ഞതിന് ശേഷം അത് ഒഴിവാക്കാൻ കഴിയുന്നില്ല. അവർക്ക് എന്താണ് ചികിത്സ എന്നുള്ളതാണ് ഇനിയുള്ള ക്ലാസ്സിലുള്ളത്. അതും പല സ്റ്റേജിലുള്ള ആളുകളാണ്. അതോരോന്നും ഞാൻ അകത്തേക്ക് വിഷയത്തിനകത്തേക്ക് കയറുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും. ഒരാള് ഇപ്പൊ നമസ്കാരം നിർവഹിക്കാതിരിക്കൽ പാപമാണ് എന്നറിയാം, പക്ഷെ അയാൾ നിസ്കരിക്കാൻ കഴിയുന്നില്ല. നിസ്കരിക്കാതിരിക്കുന്നത് പാപമാണെന്ന് വ്യക്തമായിട്ട് അറിയാം, പക്ഷെ നിസ്കാരം അദ്ദേഹം ഒഴിവാക്കി പോകുന്നു, കഴിയുന്നില്ല. അതല്ലെങ്കിൽ ഒരു കൊലപാതകം തെറ്റാണെന്നറിയാം, പക്ഷെ പല കൊലപാതകങ്ങളും തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് കൊല ചെയ്യുന്നവരുണ്ട്. പക്ഷെ അവർക്കത് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ അവർ ചെയ്തു പോകും. അത് സാധാരണ നമ്മുടെ ഇടയിലൊന്നും ഇല്ലെങ്കിലും അത്തരത്തിലുള്ള പാപികളുണ്ട് ലോകത്ത്. വളരെ വിശദമായിട്ടുള്ള ഒരു അനലൈസേഷൻ തന്നെ ആവശ്യമാണ്. പക്ഷെ വിശദമായിട്ട് ചെയ്യുമ്പോൾ ഖലീഫത്തുൽ സാനി എന്ന് പറയുന്നത് അതൊരു ബുക്കോ അതല്ലെങ്കിൽ എത്രയോ വലിയ ലെക്ചറോ ചെയ്താലും നടത്താൻ കഴിയില്ല. പക്ഷെ അതേ സമയത്ത് ചുരുക്കി ചില പ്രത്യേക പോയിന്റുകൾ, ഏതാനും പോയിന്റുകൾ പറയും. ആ പോയിന്റ് പറയുമ്പോൾ അത് ഈ രംഗത്ത് രക്ഷപ്പെടാനുള്ള യഥാർത്ഥത്തിലുള്ള വഴിയിൽ ഒരു ആകെ ചുരുക്കാണ്. ബാക്കി ആവശ്യങ്ങൾക്കനുസരിച്ച് ഓരോരുത്തരും ഗവേഷണം ചെയ്ത് കണ്ടെത്തേണ്ടതാണ്. അത് ഒരിക്കലുള്ള മാർഗങ്ങളുണ്ട്. ഖലീഫുസാനി ഗ്രന്ഥം ഈ പ്രഭാഷണത്തിൽ തന്നെ പറയുന്നത് ഞാൻ 40 പോയിന്റുകൾ എടുത്താണ് വന്നത് ഇതേ കാര്യത്തിന്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളല്ല. പക്ഷെ അതിലെ 10ഓളം കഴിഞ്ഞപ്പോഴേക്കും സമയത്തിന് എനിക്ക് തോന്നി ഇനി ഇത് മതിയാവില്ല എന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിർത്തുകയാണ്. ബാക്കി മറ്റേതെങ്കിലും അവസരങ്ങളിൽ ഞാൻ പറയാം, അതല്ലെങ്കിൽ എഴുതാം എന്ന് ഹുസൂർ വാഗ്ദാനം ചെയ്യുന്നു. പക്ഷെ അത് പിന്നീട് ഖലീഫത്തുൽ മസീഹ് റാബിന്റെയും സാലിസിന്റെയും എല്ലാം ചില പ്രഭാഷണങ്ങളിൽ ഈ വിഷയങ്ങൾ വന്നിട്ടുണ്ട്. അത് ഇത് കഴിഞ്ഞിട്ട് പിന്നൊരു സന്ദർഭത്തിൽ ആവാം. ഞാനിപ്പോ ഇവിടുന്ന് തുടങ്ങട്ടെ. പാപം ചെയ്തതിന് ശേഷം പാപം എന്താണെന്ന് വ്യക്തമായി അറിഞ്ഞ് അതിന് മാറി നിൽക്കണമെന്നുള്ള ഉദ്ദേശവും ഉണ്ടായി. പക്ഷെ അറിയാതല്ല അറിഞ്ഞുകൊണ്ട് തന്നെ അതിൽ വീണ്ടും പെട്ടുപോകുന്നു. അതിനുള്ള കാരണം ഷാമത്തെ അമാൽ എന്ന് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ടെക്നിക്കൽ ടേം അതിന് ഉപയോഗിക്കുന്നുണ്ട്. അയാൾ ചെയ്ത പാപങ്ങളുടെ പരിണിതിയാണ് അത്. അയാൾ നേരത്തെ ചെയ്തിട്ടുള്ള പല പാപങ്ങളുണ്ട്. ആ പാപങ്ങളുടെ പരിണിതിയായിട്ടാണ് ഇത് ഇയാൾക്ക് വിടാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവുക. രണ്ടും ഉണ്ടാവാം. നന്മ ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യാൻ കഴിയില്ല. തിന്മ ചെയ്യണ്ട എന്ന ആഗ്രഹമുണ്ട്, അതിനുവേണ്ടി കഷ്ടപ്പെടുന്നുള്ളൂ, പക്ഷെ ചെയ്തു പോകും. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യും. ഈ ഒരവസ്ഥക്ക് കാരണം നേരത്തെ ചെയ്ത പാപങ്ങൾ, ഈ പാപങ്ങളല്ല മറ്റു പല പാപങ്ങളും ചെയ്തത് കാരണം അയാൾ അതിൽ കുരുങ്ങിപ്പോയി. ഇനി അവിടെ നിന്നുള്ള രക്ഷ എന്താണെന്നാണ്. പക്ഷെ അവിടെ നിരാശന്റെ ഒരു ആവശ്യമില്ല. അതിനുള്ള മാർഗം ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നുള്ളതാണ്.
ഉദാഹരണമായിട്ട് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ആ കാലഘട്ടത്തിൽ 1,00,000 രൂപ കടമുണ്ട്. ഇപ്പോഴല്ല, 100 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള 1,00,000 രൂപയാണ്. അപ്പോൾ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പോക്കറ്റിൽ നിന്ന് 1 രൂപ എടുത്ത് കൊടുത്തു. എന്നിട്ട് പറഞ്ഞ് ഇസ്തിഗ്ഫാർ ചെയ്യണമെന്ന്. അപ്പം ഇതൊരാൾ കൊടുത്താൽ തീരുന്ന കാര്യമല്ല, ഇയാൾ ചെയ്ത പാപത്തിന്റെ പരിണിതിയാണിത്. ഇത് അള്ളാഹ് പുറത്തു കൊടുത്തെങ്കിൽ മാത്രമേ ഇന്ന് ആൾക്ക് രക്ഷപ്പെടാൻ സാധിക്കൂ. അള്ളാഹ് പുറത്തു കൊടുത്ത പ്രശ്നമൊന്നുമില്ല. ബാക്കിയുള്ള ആ പാപത്തിന്റെ പരിണിതി അള്ളാഹ് കാത്തി രക്ഷിച്ചാൽ വേറെ ഒന്നിനും പേടിക്കാനില്ല. അപ്പോൾ നമ്മൾ ചെയ്ത ചില തെറ്റുകൾ, ചില അബദ്ധങ്ങൾ കാരണം അത് തെറ്റുകളായി മാറുന്നു, മനഃപൂർവ്വം ചെയ്യുന്ന തെറ്റുകളായി മാറുന്നു. അതിനുശേഷം അത് നമ്മളുടെ ശരീരത്തിന്റെ ഒരു ഭാഗമായി മാറുകയും നമുക്ക് നന്മ ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ നമ്മുടെ ആത്മാവിനെ കളങ്കിതമാക്കുകയും ആ മലീമസമായിട്ടുള്ള ഒരവസ്ഥയിൽ നമുക്ക് തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയും വരിക. ഇതിന്ന് രക്ഷപ്പെടാനാണ് ഇസ്തിഗ്ഫാർ പറയുന്നത്. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത പാപങ്ങളുടെ തിക്തഫലങ്ങളിൽ നിന്ന് അള്ളാഹു എന്നെ കാക്കണമേ എന്ന് ദുആ ചെയ്യുക, അത് കരഞ്ഞു പ്രാർത്ഥിക്കുക. ഇത് മറ്റെല്ലാ പ്രാർത്ഥനയും ഉണ്ടാവും, പക്ഷെ ഇതായിട്ടൊരു പ്രാർത്ഥന. ഞാനിത് ചെയ്യാൻ കഴിയാത്തതിന്റെ കാരണം, എനിക്ക് ചന്ത നൽകാൻ കഴിയാത്തതിന്റെ കാരണം, എനിക്ക് നമസ്കരിക്കാൻ കഴിയാത്തതിന്റെ കാരണം, എനിക്ക് എൻ്റെ കുടുംബ ബന്ധം പുലർത്താൻ കഴിയാത്തതിന്റെ കാരണം, എനിക്ക് മറ്റു നല്ല പ്രവൃത്തികൾ ചെയ്യാത്തതിന്റെ കാരണം, അതല്ലെങ്കിൽ ഇന്ന പാപങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം എൻ്റെ പാപങ്ങളാണെന്ന് എനിക്കറിയാൻ റബ്ബേ, അതിന്റെ തിക്തഫലങ്ങളിൽ നിന്ന് എന്നെ നീ കാത്തുരക്ഷിച്ച് എനിക്കത് പുറത്തു കൊണ്ടാ എന്നെ പാപം ചെയ്യാത്തൊരവസ്ഥയിലേക്ക് എന്നെ എത്തിക്ക് എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവിടെ വെച്ച് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു സാന്ത്വനം, അള്ളാഹു മലക്കുകൾക്ക് കൽപ്പന നൽകും, നിങ്ങളുടെ പാപങ്ങൾ എഴുതരുത്. അത് അള്ളാഹു പുറത്തു കൊടുക്കുന്നു. ഇസ്തിഗ്ഫാറിന്റെ മറ്റൊരർത്ഥം, പാപം ഒരാൾക്ക് ചെയ്തു കഴിയുമ്പോൾ നമുക്ക് അത് ചെയ്യാനുള്ള ഒരു വാഞ്ച മനസ്സിന്റെ ഉള്ളിലുണ്ടാവും. ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊരു തോന്നൽ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലാസ്സിലൂടെ പരിഗണിച്ചെടുക്കുമ്പോൾ ചെറുപ്പത്തിൽ ഏതോ ചെറിയ അബദ്ധങ്ങൾ മാതാപിതാക്കളിൽ നിന്നോ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ നിന്നോ നമുക്ക് ലഭിച്ചാണ്. അതിന്റെ വിത്ത് എന്ന നിലയിൽ നമ്മുടെ അകത്തുണ്ട്. സാഹചര്യം വരുമ്പോൾ പാപം ചെയ്തു പോവാൻ. അപ്പൊ നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടത് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരാതെ ആ പാപത്തെ എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ തന്നെ ഒതുക്കി വെച്ച് പുറത്തേക്ക് ഒരിക്കലും വെളിപ്പെടാത്ത വിധത്തിൽ റബ്ബെ ആക്കണമേ എന്ന അർത്ഥത്തിലാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. ചെയ്യണമെന്നുള്ള അതിന്റെ കഴിവ്, അതല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു തൃഷ്ണ എൻ്റെ മനസ്സിനകത്തുണ്ട്, ഭൃത്തടത്തിലുണ്ട്. അത് വെളിപ്പെടാനുള്ള സാഹചര്യം വരണം. തീ വെണ്ണീറിനകത്താണെങ്കിൽ ചാരം ഊതുമ്പോഴാണ് തീ എത്തുന്നത്. അത് ഊതാതെ അങ്ങനെ തന്നെ അവിടെ കടന്നു, അതിനകത്ത് തന്നെ വെച്ച് പുറത്തേക്ക് വരുന്ന സാഹചര്യത്തിലേക്ക് എന്നെ കൊണ്ടുപോകരുത്. അതിനുള്ള ഒരു വിധത്തിലുള്ള അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ള ദുആ ചെയ്യലാണ് അതിനുള്ള ഒരു മാർഗം. ഈ 2 ദുആയുടെയും പേരാണ് ഇസ്തിഗ്ഫാർ. മറ്റൊന്ന് അമ്പിയാക്കളുടെ ഇസ്തിഗ്ഫാറാണ്. അത് നിൽക്കുന്ന ആ ദർജ അതിനേക്കാൾ വലിയ സ്ഥാനത്തേക്ക് മാറി മാറി വരുന്നത്. ഇപ്പൊ ഒരാൾ നിൽക്കുന്നത് ആത്മീയമായ ഒരു അവസ്ഥയാണ്. അതിന് ഇസ്തിഗ്ഫാറിന്റെ വാക്കിനർത്ഥം മൂടുക എന്നാണ്, മറക്കുക എന്നാണ്. അപ്പൊ ആ ദർജയെ മറച്ച് അതിനേക്കാൾ വലിയ ദർജ കിട്ടുക, അത് അമ്പിയാക്കളുടെ ഇസ്തിഗ്ഫാറാണ്. പക്ഷെ നമ്മളിവിടെ പാപം ചെയ്യുന്നതിനെ കുറിച്ചുള്ള ചർച്ച ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നിർവഹിച്ച 2 പാപങ്ങൾ, പാപത്തെക്കുറിച്ചുള്ള അതിന്റെ വിത്തന്റെ ഉള്ളിന്റെ ഉള്ളിലുണ്ട്, അങ്കുരിക്കുന്നുണ്ട്. അതിനവിടെ തന്നെ ഒതുക്കി നശിപ്പിച്ച് ഒരിക്കലും പുറത്തു പോകുന്ന ഒരു സാഹചര്യം വരാതിരിക്കുക. അപ്പൊ ചില വിത്തുകൾ മുളച്ചു വരുന്ന വിത്തുണ്ടാവും, അത് വെയിലത്തിട്ട വാടി കരിഞ്ഞു പോകും. അതേസമയത്ത് മുളച്ചു വരാനാകുന്ന പാകമായിട്ട് നിൽക്കുന്ന വിത്ത് വെള്ളം നനച്ച് കുറച്ചു നേരം മാറ്റി വെച്ചാൽ അത് വിത്ത് മുളച്ചു വരും. അങ്ങനത്തെ സാഹചര്യം ഒരിക്കലും വരാതിരിക്കാൻ വേണ്ടി ദുആ ചെയ്യുക. ഈ 2ഉം അസ്തഗ്ഫിറുല്ലാഹ റബ്ബി മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി എന്ന ദുആയിലാണ്. ഈ 2ഉം മനസ്സിൽ വെച്ച് ദുആ ചെയ്തുകൊണ്ടിരുന്നാൽ അതിന് രക്ഷപ്പെടാം. രണ്ടാമത്തെ ഒരു മാർഗം, തനിക്കകത്ത് ആത്മജ്ഞാനം ഉരുവാക്കുക എന്നാണ്. താൻ ആത്മജ്ഞാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതെങ്ങനെയെന്ന് വെച്ചാൽ, മാരിഫത്ത് എന്ന് പറഞ്ഞാലേ ആത്മജ്ഞാനത്തിൽ മാരിഫത്ത് എന്നാണ് ഭാഷയിൽ പറയുന്നത്. അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ച് ആലോചിക്കുക. അപ്പൊ ഞാനൊരാൾക്ക്, ഒരു പാവപ്പെട്ട ഒരാൾക്ക് എന്തെങ്കിലും സഹായിക്കണമെന്ന് എനിക്ക് തോന്നാണ്, പക്ഷെ തോന്നുന്നത് എനിക്ക് കൊടുക്കാൻ കഴിയുന്നില്ല, എൻ്റെ കൈവലിയൊന്നും ആണ് കൊടുക്കാൻ കഴിയുന്നില്ല. ആ സമയത്ത് അള്ളാഹുവിന്റെ സിഫത്തിനെ കുറിച്ചുള്ള മാരിഫത്ത് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ, അള്ളാഹു എൻ്റെ മേൽ ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങൾ എത്രയാണെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കും.
അപ്പൊ ഇത്രയും എഹ്സാൻ, ഇത്രയും കരുണ എന്നോട് ചെയ്ത റബ്ബ് എനിക്ക് അത് ചെയ്യാൻ പറ്റാതിരിക്കും. അപ്പൊ ആ റബ്ബിനനുസരിച്ച് അവന്റെ റബ്ബ് അങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയാൽ ആ റബ്ബുമായിട്ട് എനിക്ക് ബന്ധമുണ്ടാണ്, ഞാൻ ഇങ്ങനെ ചെയ്യണം. റബ്ബ് എന്നോട് കരുണ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ജനങ്ങളോട് കരുണ കാണിക്കേണ്ടതാണ്, അല്ലെങ്കിൽ റബ്ബിന്റെ കരുണ എനിക്ക് കിട്ടുകയില്ല. ഇത്രയും കൂടുതൽ കരുണ ചെയ്ത റബ്ബിന്റെ മുമ്പിൽ ഞാൻ കരുണ ചെയ്യാതിരിക്കുന്നത് എങ്ങനെ? ഇതാണ് മാരിഫത്ത്. ഈ ഒരു അറിവ്, ഈ ഒരു ആത്മജ്ഞാനം, ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടും നമ്മൾ ഏത് രംഗത്താണ് പ്രശ്നങ്ങളുള്ള ആ രംഗത്തിലുള്ള ആത്മജ്ഞാനത്തെക്കുറിച്ച് ആലോചിച്ച് അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ച് മനസ്സിലാക്കി അത് തന്റെ ശരീരത്തിൽ, തന്റെ ആത്മാവിൽ അപ്ലൈ ചെയ്യും. തന്റെ ആത്മാവിനെ അതിൽ ഇറക്കിക്കൊണ്ടുപോയി അവൻ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നുള്ള കാര്യം മനസ്സിലാക്കി അള്ളാഹുവിന്റെ അനുസൃതമായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക, ആ ജ്ഞാനം ഉണ്ടാക്കുക. മറ്റൊന്ന്, നന്മയുടെയും തിന്മയുടെയും പരിണാമഗുപ്തി എന്ത് എന്നാലോചിക്കുക. അതിന് ലാസ്റ്റ് എന്താണ് ഉണ്ടാവുക? ഒരു നന്മ ചെയ്തു പോയാൽ എന്തുണ്ടാവും, തിന്മ ചെയ്തു പോയാൽ എന്തുണ്ടാവും, ഇതിന്റെ പരിണിതി എന്തായിരിക്കും, അതിന് ലാസ്റ്റ് അതിന് അതിന്റെ ഒരു പരിണാമഗുപ്തി ഉണ്ട്, അതെന്തായിരിക്കും എന്നതിനെ കുറിച്ച് ആലോചിച്ചു കൊണ്ടിരുന്നാലും ഈ പ്രശ്നത്തിന് രക്ഷപ്പെടാൻ കഴിയും. അത് തിന്മയെക്കുറിച്ചുള്ള അവബോധം ഉണ്ടായിരിക്കെ തിന്മ ചെയ്യുന്നു, അതൊന്ന് തടയാൻ കഴിയാത്ത ഒരാൾക്ക് എങ്ങനെ ഇന്ന് കഴിച്ചിടാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചിരിക്കുന്നത്. ഇസ്തിഗ്ഫാർ കഴിഞ്ഞ് മാരിഫത്ത് കഴിഞ്ഞ് അടുത്ത മറ്റൊരു മാർഗം, ഇതിലേത് മാർഗവും അവലംബിക്കാം, എല്ലാ മാർഗങ്ങളും ഒന്നിച്ചു അവലംബിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും കഴിയുന്നത് മാത്രം വെച്ചുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് ശ്രമിക്കാം. മൂന്നാമതായിട്ട് പറഞ്ഞത് പിന്നെ നന്മയുടെ പരിണിതി എന്താണെന്നും തിന്മയുടെ പരിണിതി എന്താണെന്നും ആലോചിച്ച് അതിന് ഉപയോഗപ്പെടുത്തുക. നാലാമത്തെ ഒരു സംഗതി തൗബ ചെയ്യുക എന്നുള്ളതാണ്. തൗബ എന്ന് പറഞ്ഞാൽ ശരിക്ക് അതൊന്ന് തിരിഞ്ഞോടലാണ്. ഒരാൾ അങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പേടി തോന്നിയിട്ട് അവിടെ തിരിച്ചോടി അങ്ങനെ ഉണ്ടാവും, ഒരു പാമ്പിനെ കണ്ട ഒറ്റോട്ടം അങ്ങോട്ട് ഓടി അങ്ങനെ ഉണ്ടാവും. ഇതേപോലത്തെ ഒരു അവസ്ഥയാണ് തൗബ ചെയ്യുന്ന ഒരാൾക്കുള്ളത്. റുജു എന്നതിനും പറയും, അള്ളാഹുലേക്ക് മടങ്ങുക. അപ്പൊ പോകുന്നത് നമ്മൾ ഏതോ പാവങ്കിലമായ ജീവിതത്തിന്റെ ഒരു വലിയ പെരുവഴിയിലാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും അതിനേക്കാൾ വലിയ പാപം, നമ്മളെ പരിണാമഗുപ്തിയെ കുറിച്ച് ആലോചിച്ചു, അള്ളാഹു നമ്മോട് ചെയ്യുന്ന ഇഹ്സാനെ കുറിച്ച് ആലോചിച്ചു, അത് പിന്നെ നമ്മളുടെ അവസ്ഥയും നമുക്കറിയാം, ഇസ്തിഗ്ഫാറും ചെയ്യുന്നുണ്ട്. വീണ്ടും അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ അവിടെ വെച്ച് ചെയ്യാൻ പറ്റിയൊരു സംഗതി തൗബ ചെയ്യാൻ ശ്രമിക്കാണ്. തൗബ ചെയ്യാൻ ശ്രമിക്കാണ് ഞാൻ തിരിഞ്ഞു നിൽക്കുന്നു പെട്ടെന്ന് ഒറ്റ ഓട്ടോട്. അവിടെ 5 നിബന്ധനകൾ, 5-6 നിബന്ധനകൾ വളരെ അനിവാര്യമാണ്, അല്ലെങ്കിൽ നടക്കില്ല. ഒന്ന്, തന്റെ ആ പാപത്തെക്കുറിച്ചുള്ള ആദ്യം അവൻ ഉണ്ടാവേണ്ടത് വളരെ ശക്തമായിട്ടുള്ള ലജ്ജ. അതിൽ ഞാൻ അകപ്പെട്ട് എത്ര മോശപ്പെട്ട ഒരു സംഗതിയാണെന്ന് സ്വന്തം ലജ്ജിച്ച് വിയർപ്പ് വരുന്ന ഒരവസ്ഥ. രണ്ടാമത്തേത്, താൻ ഒരിക്കലും ഇനി അങ്ങോട്ട് പോവുകയില്ല എന്നുള്ള ഒരു തീരുമാനം. ഒരുപക്ഷെ ആ തീരുമാനത്തിന് ശേഷം വീണ്ടും പോയേക്കാം, പക്ഷെ തീരുമാനമെടുക്കുമ്പോൾ ചാഞ്ചല്യമില്ലാത്തൊരു തീരുമാനം. പിന്നെ പോകുമ്പോൾ വീണ്ടും ചെയ്യാം, വീണ്ടും ചെയ്യണമെന്ന് തീരുമാനിക്കലല്ല, പക്ഷെ തീരുമാനം അതിശക്തമായിട്ട് ഒരു ഉറച്ച തീരുമാനം, ഒരിക്കലും ഞാൻ അങ്ങോട്ട് തിരിച്ചു പോവുകയില്ല. മൂന്നാമത് ഒരു സംഗതി ചെയ്യാനുള്ളത്, നമ്മളുടെ അടുത്ത് നിന്ന് നമ്മൾ ചെയ്യേണ്ട ചില ഫറലുകളുണ്ട്, നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, കടമകൾ. അത് നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനെ നിർവഹിക്കാൻ ശ്രമിക്കാം. നമസ്കാരം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കൊല്ലത്തെ നമസ്കാരം ഒന്നും സംസ്കരിക്കാൻ കഴിയില്ല. അതേസമയത്ത് ഹജ്ജ് ചെയ്യാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ അയാൾക്കത് കൊടുക്കാം. കഴിഞ്ഞ വർഷത്തെ സക്കാത്ത് തന്റെ തലയിലുണ്ട്, ഒക്കെപ്പാടെ കൊടുക്കാൻ കഴിഞ്ഞില്ല, അത് കൊടുക്കാം. അതേപോലെ ചില മാതാപിതാക്കളോട് ചെയ്യേണ്ട കടമകൾ ഉണ്ടാവും, അത് ചെയ്യാത്തതുകൊണ്ട് അത് ഉടനെ ചെയ്യാം. കുടുംബ ബന്ധങ്ങൾ പുലർത്തുന്ന കാര്യത്തിൽ ചെയ്യാണ്ടാവും, അത് നമുക്ക് ചെയ്യാം. നമ്മുടെ നിർബന്ധമായിട്ട് നമ്മളിൽ ഉണ്ടായിരുന്ന ചില ചുമതലകളുണ്ട്, അത് നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു ചെയ്യുക, കഴിയുന്ന പരമാവധി. അത് ചെയ്യാൻ വേണ്ടി കെട്ടിമറിയണമെന്നല്ല, നമ്മളുടെ കഴിവിൽ ഉൾപ്പെട്ടതൊക്കെ ചെയ്യാം. അതേപോലെ തന്നെ മറ്റൊരു നിബന്ധന, അള്ളാഹു മറച്ചു വെച്ച ചില പാവങ്ങളുണ്ട്, അത് വെളിപ്പെടുത്തരുത്. പക്ഷെ ചില ആളുകളോട് നമ്മൾ വെളിപ്പെടുത്തിയാൽ അപകടമില്ലാത്തതുണ്ടാവും. അത് അവർക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ നമ്മൾ കാരണം, ആ നഷ്ടങ്ങൾ നമ്മൾ ഇല്ലാതാക്കുക.
ഉദാഹരണമായിട്ടൊരു ഒരിക്കൽ ഉപ്പ എറണാകുളത്ത് മുബല്ലിഗായിരിക്കുമ്പോഴേ ഒരു അഹമ്മദി സഹോദരൻ കച്ചവട ആവശ്യത്തിന് വേണ്ടി പള്ളിയിൽ വരുന്നു. വന്നാളുടെ 10,000 റുപ്യ പോയി. രാവിലെ ആൾ കരയാൻ തുടങ്ങി. ഉപ്പ പറഞ്ഞു ദുആ ചെയ്ത് കിട്ടുന്നു. അപ്പോ ഏതായാലും ഉപ്പയാണല്ലോ പറഞ്ഞു വിചാരിച്ച് ദുആ തുടങ്ങി. 2 ദിവസം അവിടെ താമസിച്ചു, 3-4 ദിവസം താമസിച്ചു. അപ്പോഴും വേറെ എങ്ങോട്ടും പോവാനല്ല. അന്നത്തെ കാലത്ത് 10,000 റുപ്യ എറണാകുളത്ത് വന്ന് പർച്ചേസ് ചെയ്ത് പോകേണ്ട ആളാണ്. തിരിച്ചു വീട്ടിൽ പോകാൻ പറ്റില്ല. ആളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് കഷ്ടപ്പെട്ട് അവസാനം കരയിൽ തുടങ്ങി. അപ്പൊ പറഞ്ഞു ദുആ ചെയ്ത് കിട്ടും, എനിക്കൊരു ഉറപ്പുണ്ട്, ഞാൻ ദുആ ചെയ്തിട്ട് കിട്ടും. അപ്പോഴൊരു കത്ത്, ഒരു പോസ്റ്റ് കാർഡ് വരുന്നു. ഇന്ന സ്ഥലത്ത് ഇന്ന കാട്ടിൽ ഇന്ന സ്ഥലത്ത് ആ പൈസ ഉണ്ട്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു തുണിയിൽ കെട്ടി അവിടെ ഇട്ടിട്ടുണ്ട്. അത് കിട്ടും. ഈ ചെയ്ത ആള് തൗബ ചെയ്താണ്. വേറൊരാൾക്ക് കഷ്ടമുണ്ടായി താനുണ്ടാക്കിയ നഷ്ടം അത് വെളിപ്പെടുത്താൻ പോയില്ല. പക്ഷെ ആ ആള് ചെയ്തത് താൻ മറ്റന്റെ നഷ്ടം നികത്തി കൊടുക്കും. അവിടുന്ന് തൗബ ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആൾക്ക് നമ്മളാൽ ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുത്തിട്ട് പ്രശ്നം ഉണ്ടാക്കാനല്ല ഞാൻ പറയുന്നത്. അള്ളാഹ് മറച്ചു വെച്ചതിനെ വെളിപ്പെടുത്തുന്ന ആളെ അള്ളാഹ് ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അത് പോയി പറയാനും മാപ്പ് പറയാനുമല്ല. പക്ഷെ അള്ളാഹ് മറച്ചു വെച്ചതിനെ നമ്മൾ വെളിപ്പെടുത്താതെ അവരുടെ നഷ്ടങ്ങൾ നികത്തുവാൻ അവരോട് മാപ്പ് ചോദിക്കാൻ പറ്റും. ചേർന്ന് അള്ളാഹ് മറച്ചു വെച്ചെന്ന് ഒരാളെ അടിച്ച് നമ്മൾ അറിയാം. അയാളോട് മാപ്പ് ചോദിക്കാലോ പോയിട്ട്. ഒരാളോട് ദേഷ്യം കാണിച്ച മാപ്പ് ചോദിക്കാം. ചിലപ്പോൾ ആർക്കെങ്കിലും കൊടുക്കാൻ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടാത്ത പണികൾ ഉണ്ടാവും, നമ്മൾ ചെയ്തിട്ടുണ്ടാവും, നമുക്ക് മാപ്പ് ചോദിക്കാം. അത് മറച്ചു വെച്ചാൽ അതേ സമയത്ത് ചില കാര്യങ്ങൾ അള്ളാഹു തന്നെ സ്വന്തം മറച്ചു വെച്ചിട്ടുണ്ട്. അയാളുടെ ഇസ്സത്തിനെ കണക്കെടുത്തുകൊണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്തെ കണക്ക് അതിനെ പോയി വെളിപ്പെടുത്തിയിട്ട് ഞാൻ അതിനൊക്കെ മാപ്പ് ചോദിക്കുന്നു പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ പോകാം. അത് തൗബയുടെ ഒരു നിബന്ധന. കഴിവിന്റെ പരമാവധി അത് ചെയ്യണം. മറ്റൊരു സംഗതി, നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും വിധത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പൊ അവരോട് ഔദാര്യം ചെയ്യുകയും നല്ല പെരുമാറ്റം കാണിക്കുകയും ചെയ്യും. നമ്മൾ കാരണം വിഷമിച്ച ആളുകൾക്ക് ഉപകാരം ചെയ്യുക, അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയും. നഷ്ടമുണ്ടാക്കിയവന് ലാഭം ചെയ്യുന്ന, അവർ ഉപകാരം ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവും. മറ്റൊന്ന്, നമ്മുടെ നഫ്സിനെ നന്മയിലേക്ക് എപ്പോഴും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുക. തൗബ ചെയ്തിട്ട് പിന്നെ തിന്മനെ കുറിച്ചല്ല, നന്മ വേറെ. ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന സയ്യാത്ത്, നന്മകളാണ് തിന്മകളെ അറ്റുന്നത്. അപ്പൊ നന്മ തന്നെ ചെയ്യുന്ന ഒരു കാര്യത്തിൽ നമ്മൾ തിന്മയിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ അവിടെ കാലിയായി വിട്ടാൽ വീണ്ടും അവിടെ തിന്മ കയറും. അപ്പൊ ആ സമയത്ത് നന്മ ചെയ്യാൻ അതിന് വേറെ ഏതെങ്കിലും വിധത്തിൽ ഉപയോഗിക്കാം. ഒരാൾക്ക് സിനിമ കാണുന്ന സ്വഭാവം ഇരിക്കട്ടെ, ആൾക്ക് വേറെ ജോലിയില്ല. അപ്പൊ സിനിമ കാണുന്ന തൗബ ചെയ്തിട്ട് ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾ അറിയാതെ പോയി കണ്ടുപോകും. അപ്പൊ അതിന് പകരം എംടിയെ കണ്ടിരിക്കുക. സീരിയൽ കാണുന്ന ഒരാൾ അതൊന്ന് മാറി നിൽക്കുമ്പോൾ തൗബ ചെയ്യുമ്പോൾ പിന്നെ എംടിയിലേക്ക് ഡൈവേർട്ട് ചെയ്യാം. അതിന് പല പ്രോഗ്രാമുകളുണ്ട്, ഒന്നല്ലെങ്കിൽ വേറെ ഒന്ന് പോയി കാണാം. അപ്പൊ എന്തെങ്കിലും ഒരു നന്മ കൊണ്ട് അതിന് നിറക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പ്രശ്നം. അപ്പൊ നിബന്ധനകൾ 6 പറഞ്ഞത്. ഈ 6 നിബന്ധനകൾ ശക്തമായി പാലിക്കുകയാണെങ്കിൽ അയാൾക്ക് തൗബ ചെയ്യൽ എളുപ്പമാണ്. ഈ തിന്മയെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടായിട്ടും വ്യക്തമായ അറിവുണ്ടായിട്ടും തിന്മയിൽ അകപ്പെടുന്ന ആളുകൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി അതുകൂടിയാണ്. വേറെ ഒരു സംഗതി, തഖല്ലഖു ബി അഖ്ലാഖില്ല, അള്ളാഹുവിന്റെ അഖ്ലാഖുകൾ സ്വീകരിക്കുകയാണ്. അള്ളാഹിന്റെ അഖ്ലാഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് കാരുണ്യവാനാണ്. അപ്പൊ നമ്മളും കാരുണ്യവാനായി പ്രവർത്തിക്കാം. അതായത് അള്ളാഹ്ക്ക് ചില കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് അള്ളാഹ്ക്ക് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പൊ നമ്മൾ അവന്റെ കാരുണ്യം കൊണ്ട് ബാക്കിയുള്ളത് നമ്മളെ പെട്ടെന്ന് രക്ഷപ്പെടുത്തും. അപ്പൊ അള്ളാഹിന്റെ സിഫത്തുകൾ ഏതെങ്കിലും തേടിപ്പിടിച്ച്, നമുക്കറിയാവുന്ന കാര്യങ്ങൾ തേടിപ്പിടിച്ച് അതേപോലെ ആവാൻ നമ്മൾ ശ്രമിക്കാം. അള്ളാഹിനെ തെറി പറയുന്ന നിരീശ്വരവാദിക്കും അള്ളാഹ് സൂര്യനും ചന്ദ്രന്റെ വെളിച്ചവും ഇതും കൊടുക്കുന്നുണ്ട്. അത് അള്ളാഹിന്റെ സിഫത്താണ്. അതേപോലെ നമുക്ക് ഒരാൾക്ക്, നമ്മളെ തെറി പറയുന്ന ഒരുത്തനും നമുക്ക് ഉപകാരം ചെയ്യാൻ നമുക്ക് കഴിയണം. അള്ളാഹിന്റെ കാരുണ്യത്തിൽ ഒന്നും തടസ്സമില്ല. നമ്മൾ കരുണ എന്ന നിലയിൽ അതിനെടുത്തുകൊണ്ട് അത് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ
ഒരു പക്ഷേ നമുക്ക് ചെയ്യാൻ ഇഖ്ലാസ് ഉണ്ടായിക്കൊള്ളുന്നില്ല കാര്യത്തിൽ, ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ചില അള്ളാഹുവിന്റെ സിഫത്തുകൾ അങ്ങനെ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ വളരെയധികം ദ്രോഹിച്ച ഒരാളോട് എന്തെങ്കിലും നന്മ ചെയ്യുമ്പോൾ നമുക്ക് അള്ളാഹ് പറഞ്ഞു എന്നുള്ള കാരണത്താൽ ചെയ്യാമെങ്കിലും മാനസികമായിട്ട് അത് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ ശൈത്താനും ചെങ്കടലും നടുക്ക് കൊടുക്കുന്ന പ്രശ്നമുണ്ട്. അത് മനുഷ്യന്റെ ആ ഒരു അവസ്ഥയാണ് നമുക്ക് ഒഴിവാക്കണമെന്നില്ല. അത് ഒഴിവാകുമ്പോൾ ഒഴിവാകട്ടെ, പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഇഖ്ലാസ് ഇല്ലാതെ ആണെങ്കിൽ നമ്മൾ ആ പ്രവൃത്തി ചെയ്യും. ഞാൻ ഇഖ്ലാസ് ഇല്ലാതെ ചെയ്യണം എന്നല്ല പറഞ്ഞത്, ഇഖ്ലാസോടുകൂടി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ അപ്പോഴും അങ്ങനെ തന്നെ ചെയ്യാം. അതിൽ സ്ഥിരത ഉണ്ടാവുമ്പോൾ അത് സ്ഥിരമായിട്ട് ചെയ്യുക, അത് നിർത്താതെ. അതിനെക്കുറിച്ച് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു സംഭവം, വിവരിച്ചൊരു സംഭവം ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു പറയുന്നു. അത് ഒരാൾക്ക് സദക്ക കൊടുക്കണം, സദക്ക കൊടുക്കുമ്പോൾ മനസ്സിന് ഇടങ്ങേറുണ്ടെന്നാലും കൊടുക്കണം, ചന്ത കൊടുക്കുന്ന ഇടങ്ങേറുണ്ടെന്നാലും കൊടുക്കണം. അങ്ങനെ ഇടങ്ങേറുണ്ടെങ്കിലും അതിൽ സ്ഥിരത കാണിക്കണം. മസീഹ് എന്ന് പറയുന്ന ഒരു വലിയ പുണ്യവാളന്റെ അടുത്ത് അയാളുടെ ശിഷ്യൻ ഏതോ ദുആക്ക് അപേക്ഷിക്കാൻ വേണ്ടി വന്നു. അപ്പൊ രാത്രി തങ്ങി പുണ്യവാളൻ ദുആ ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിൽ നിന്ന് ഉത്തരം കിട്ടുന്നു, നിന്റെ ദുആ സ്വീകരിക്കുന്നതല്ല. അപ്പൊ അയാൾ കേട്ട്, ശിഷ്യൻ കേട്ട്. അപ്പൊ അദ്ദേഹം വിചാരിച്ചു, ഞാനെന്തോ ദുആ ചെയ്യാൻ വേണ്ടി പറയാൻ വന്ന ആളെ സ്വഭാവം ഇതാണ്, പടച്ചോൻ പറയുന്നത്, ഞാൻ ഇനി എന്ത് പറയാനാണ്. പിറ്റേ ദിവസം അദ്ദേഹം ഇതേപോലെ കാത്തിരുന്ന് പിറ്റേന്നും രാത്രി അദ്ദേഹം വലിയുള്ള ദുആ ചെയ്യുന്നു, നിന്റെ ദുആ സ്വീകരിക്കുന്നതല്ല എന്ന് പറയും. അന്നും ശിഷ്യനും അത് കേൾക്കുന്നു. മൂന്നാമത്തെ ദിവസവും ഇതേപോലെ വലിയുള്ള ദുആ ചെയ്യുന്നു, അള്ളാഹ് പറയുന്നു സ്വീകരിക്കുന്നതല്ല എന്ന് ശിഷ്യൻ അത് കേൾക്കുകയും ചെയ്യുന്നു. പിന്നെ അയാൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. 3 ദിവസം നിങ്ങളോട് അള്ളാഹ് പറഞ്ഞത് പറ്റൂല എന്ന്, പിന്നെ എന്തിനാണ് ഇത് പറയാതിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞത്, ഇത് 3 ദിവസമല്ലേ നീ പറയുന്നത്, ഞാൻ 20 കൊല്ലമായിട്ട് ഇതന്നെ കേൾക്കുന്നത്. എല്ലാ ദിവസവും 20 കൊല്ലമായിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യുന്ന അള്ളാഹ് തന്നെ എന്നോട് പറയുന്നത്. പക്ഷെ അത് അവന്റെ പണി, അവൻ പറയുന്നത് എന്റെ പണി ഞാൻ ചെയ്യണം. എന്റെ പണി അള്ളാഹിനോട് ചോദിക്കലാണ്, തരൽ അവന്റെ പണിയാണ്, അവൻ തരൂല എന്ന് പറയുന്നത്. അവൻ പറഞ്ഞോട്ടെ, എനിക്ക് പ്രശ്നമില്ല, പക്ഷെ ഞാനത് ചോദിക്കും. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന ആ സമയത്ത് അദ്ദേഹത്തിന് ഇൽഹാമുണ്ടായി, ഈ കാലഘട്ടത്തിൽ നീ എന്തെല്ലാം എന്നോട് ദുആ ചെയ്തു മുഴുവൻ ഞാൻ സ്വീകരിക്കുന്നു. അപ്പൊ ഇഖ്ലാസ് പിന്നെ മനസ്സിന് വിഷമമുള്ള ഒരു സംഗതിയാണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു നിശ്ചിത ഘട്ടം വരുമ്പോൾ അള്ളാഹു അത് മുഴുവൻ സ്വീകരിക്കുന്ന ഒരവസ്ഥ വരും. അതിലൊന്നും കുറവുണ്ടാവില്ല. കാരണം അള്ളാഹ് തന്നെയാണ്. അള്ളാഹിന്റെ കരുണയുടെ മുമ്പിൽ മറ്റൊന്നുമല്ല. ഈ ഒരു അവസ്ഥ, അതായത് നിരന്തരം ചെയ്യുന്ന ഒരു സ്വഭാവം കൂടെ നമ്മുടെ അള്ളാഹുവിന്റെ സിഫത്തുകൾ അനുസരിച്ച് ജീവിക്കുന്ന കാര്യത്തിൽ ആ നൈരന്തര്യം കൂടെ അതിനകത്ത് അനിവാര്യമാണ്. ഒരാൾ നമസ്കരിക്കുന്നു, നമസ്കരിക്കാൻ ശ്രദ്ധ കിട്ടുന്നില്ല, എങ്കിലും അത് നിസ്കരിക്കണം. ഏതെങ്കിലും സമയത്ത് കിട്ടും. അസിമോദിനോടാട് ചോദിക്കും, നിസ്കരിക്കാൻ എനിക്ക് എങ്കിലും ശ്രദ്ധിച്ചില്ല, ഞാൻ എന്താ ചെയ്യുന്നത്? നല്ലപോലെ ഒന്നു ചെയ്യും. ഒന്നു ചെയ്യേണ്ട എങ്ങനെയൊക്കെ പറഞ്ഞ അതേപോലെ വെള്ളം നനച്ച് ഒന്നു ചെയ്യും. കൃത്യമായിട്ട് ഒന്ന് നമസ്കരിക്ക്. കാലും കൈ എങ്ങനെ വെക്കണം അതേപോലെ വെക്ക്. ചൊല്ലാൻ പറഞ്ഞ ദുആ അതേപോലെ ചൊല്ല്. മനസ്സിന് എത്ര ഉണ്ട് പിടിച്ചു നിർത്താൻ കഴിയും അത്രയും പിടിച്ചു നിർത്ത്. ഇത്രയും നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി അള്ളയാണ് തരേണ്ടെന്ന്. ഇന്നല്ലെങ്കിൽ നാളെ നിശ്ചയമായി എനിക്ക് തരും എന്ന് ഞാൻ ഉറപ്പുവരുന്നു. ഇത്രയും നീ ചെയ്താല് നിനക്ക് ഇന്നല്ലെങ്കിൽ നാളെ കിട്ടുമെന്ന് ഉറപ്പ് ഞാൻ നൽകുന്നെന്ന് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയാം. അപ്പൊ അത് പിന്നെ നമ്മളെ കൊണ്ട് ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്യുക. ഇനിയുള്ളൊരു ചെറിയ പ്രശ്നം ഇതിൽ, ഇങ്ങനെ നമ്മൾ ചെയ്തു വരുമ്പോഴേ വീണ്ടും വളരെ ശക്തമായിട്ട് തീരുമാനമെടുക്കും, അത് പൊട്ടിപ്പോവും. തീരുമാനമെടുക്കും, കുറച്ച് ചെയ്യാൻ മെനക്കെടും, അപ്പോൾ വീണ്ടും പൊട്ടിപ്പോവും, ചെയ്യാൻ കഴിയുന്നില്ല. അതായത് അമലി താക്കത്ത്, അത് പിന്നെ പ്രവർത്തനത്തിനുള്ള ശക്തി തന്നെ ക്ഷയിച്ചു പോയി, നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല. നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും നമുക്ക് പിന്നെ ഹതഭാഗ്യതയല്ലാതെ നമുക്കൊന്നും കിട്ടുന്നില്ല. ഭാഗ്യദോഷങ്ങൾ മാത്രം നമുക്ക് കൈമുതലായി നിൽക്കുന്നൊരവസ്ഥ. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ബദ്നസീബി മാത്രം, വേറെ ഒന്നും കിട്ടുന്നില്ല, എത്ര ചെയ്താലും നടക്കുന്നില്ല. ആ സമയത്ത് എന്ത് ചെയ്യും? അതിനെക്കുറിച്ച് അങ്ങനത്തെ ഒരു അവസരം വരുമ്പോഴേ നമ്മളുടെ ചികിത്സ ഒന്നുകൂടെ
വിശദമായ ഒരു ടെസ്റ്റ് നടത്തിയിട്ട് ചികിത്സിക്കേണ്ടതാണ്. നമുക്ക് രോഗം വേറെ പലതും എന്തൊക്കെയുണ്ട്. അപ്പൊ ആ രോഗത്തെക്കുറിച്ചുള്ള ചികിത്സ നടത്തുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നത്, അനാനിയത്ത് എന്ന് പറഞ്ഞ മനുഷ്യനൊന്നുണ്ട്. തന്മയത്വം, അതല്ലെങ്കിൽ ഞാനാണ് എന്നൊരു തോന്നൽ, ഞാൻ ചെയ്യും, ഞാൻ എന്നുള്ളൊന്നുണ്ട്. അതിന്റെ തിക്തഫലങ്ങളെ കുറിച്ചും അതിന്റെ ദോഷഫലങ്ങളെ കുറിച്ചും കേട്ടിട്ടുണ്ടാവും. പക്ഷെ അത് വേണം, അതിന്റെ നന്മയുണ്ട്. ഞാനാണ് എന്നുള്ളൊരു നന്മയുണ്ട്. അത് നഷ്ടപ്പെട്ടു പോയ ആൾക്കാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി അയാൾ ഇച്ഛാശക്തി ഇല്ലാതെ അയാൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരുന്നു, പൊട്ടിപ്പോകുന്നു. ഇല്ലാതെ ഞാൻ ചെയ്യും, ഞാൻ എന്നുള്ളത് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അപ്പൊ ഈ ഞാൻ എന്നുള്ളതിന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിനെ തിരിച്ചെടുക്കണം. അയാളുടെ അവസ്ഥ എന്താ വെച്ചാൽ ഒരു മൂക്കുകയറിട്ട മൃഗങ്ങളെ കൊണ്ടുപോകാറുണ്ട്. കുത്തുന്ന കാളായിരിക്കും, പക്ഷെ മൂക്കിന് കയറിട്ടാൽ അയാൾ വിളിക്കുന്ന സ്ഥലത്ത് കൂടി ഇങ്ങനെ പോകും. അതേപോലെ നമ്മളെ ശൈത്താൻ, അതല്ലെങ്കിൽ നമ്മുടെ നഫ്സ് നമ്മുടെ കൺട്രോളിലല്ല, മറ്റെന്തോ ഒന്ന് നമ്മളെ മൂക്കിന് കയറിട്ട് അവൻ കൊണ്ടുപോവുകയാണ്. നമ്മൾ ഈ ഇച്ഛാശക്തി നമുക്ക് വലിക്കുന്നില്ല, നമ്മൾ പിടിച്ച് ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ ചെയ്യാൻ പറ്റണില്ല. നമ്മൾ വേറെ ആരോ കയറിട്ട് വലിക്കുന്നത് പോലെ. തജ്ജ് നമസ്കരിക്കണമെന്ന് വിചാരിച്ച് രാത്രി എണീക്കണം എന്ന് വിചാരിച്ച് മെനക്കെട്ട് കടന്ന് എല്ലാ അലാറൊക്കെ വെച്ചാലും അപ്പൊ എണീക്കാൻ കഴിയുന്നില്ല, അറിയുന്നുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ കൺട്രോളിലല്ല, നമ്മൾ ഞാൻ എന്നുള്ളത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അത് വേറെ ആരോ പിടിച്ചു വലിക്കുകയാണ്, വേറെ ആരോ കയ്യിലാണല്ലോ. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല എന്ന് പറയുന്ന ഇതുവരെയുള്ള അഖ്ലാഖിന്റെ ഫിലോസഫി, മറ്റൊരു ഭാഷയിൽ പറഞ്ഞ തസവുഫിന്റെ ഭാഷ, മോറൽ ടീച്ചിങ്സ്, നമ്മുടെ ധാർമ്മിക ഗുണങ്ങളെ എങ്ങനെ പരിപോഷിപ്പിക്കാം എന്ന കാര്യത്തിൽ ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഇസ്ലാമിക ലോകത്ത് മുഹിദ്ദീൻ ഇബ്നു അറബി അതിൽ വളരെ ശക്തനായിട്ടുള്ള ഒരാളായിരുന്നു. അതേപോലെ ഇമാം ഗസാലിയും കീമിയ സാദ പോലുള്ള 3-4 ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതില് എന്തെല്ലാം പറയുന്നു എന്നുള്ളത്. ഇതിൽ ഇമാം ഗസാലിക്ക് ശേഷം ആരും ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടില്ല. ഇസ്ലാമിൽ അറിയപ്പെടുന്ന ഗ്രന്ഥങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെറിയ കുട്ടി കിതാബുകൾ എഴുതിയാലും സ്വന്തമായിട്ട് ഗവേഷണം നടത്തിയിട്ടില്ല. ആ ആ പുസ്തകങ്ങൾ വായിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ചിലരൊക്കെ. അപ്പൊ അതിലുള്ള ആ കാലഘട്ടത്തിൽ അത് പരിപൂർണം തന്നെയാണെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ അത് വെച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ നിവൃത്തിയില്ല. അപ്പൊ ഖലീഫത്തുൽ മസീഹ് സാനി പറയണ, എനിക്ക് അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുള്ള ചില അറിവുകളുണ്ട്. അപ്പൊ അതുമായിട്ട് ചില തുലനം ചെയ്തുകൊണ്ട് പോയെങ്കിലേ നിങ്ങൾക്ക് അങ്ങോട്ട് ബാക്കി ഞാൻ പറയുന്ന കാര്യം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതിലൊന്ന് ഇമാം ഗസാലി എത്തിയിട്ടുള്ള സംഗതി സലബി താഖത്ത്, അതായത് നമ്മളുടെ നെഗറ്റീവ് സെൻസുകളെ നശിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം, നെഗറ്റീവിനെ വിടണം. നെഗറ്റീവായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ശരീരത്തിനെ അതിശക്തമായിട്ട് തിന്മകളിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതും ചിലപ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കേണ്ടി വരും, ചിലപ്പോൾ ഉറങ്ങാതിരിക്കേണ്ടി വരും, ചിലപ്പോൾ അതിശക്തമായിട്ടുള്ള എക്സസൈസുകൾ ആവശ്യമായി വരും. ഇത് കൊണ്ട് മാത്രം ഒരാൾക്ക് ധാർമ്മികതയെ പൂർണ്ണമായ നിലയിൽ കൈവരിക്കാൻ സാധിക്കും. അതുകൊണ്ട് കിട്ടും, തിന്മകളൊന്നും ഒഴിവാക്കാൻ കഴിയും. പക്ഷെ തിന്മകൾ ഒഴിവാക്കലല്ല നമ്മളെ ലക്ഷ്യം, നന്മകൾ ആർജിക്കലാണ് ലക്ഷ്യം. അതിന്റെ മാർഗത്തിൽ തടസ്സമായി നിൽക്കുന്ന തിന്മകൾ ഒഴിവാക്കുന്നു എന്ന് മാത്രമുള്ളൂ. മറ്റത് നമ്മളിപ്പോ ഒരു യാത്ര ചെയ്യാനൊരു വണ്ടി തന്നാൽ വണ്ടിയിലിരിക്കലല്ലോ, എത്തുന്ന സ്ഥലത്ത് എത്തലാണ്. അവിടെ തിന്മകളെ ഒഴിവാക്കുക എന്നുള്ളത് മാത്രം വിചാരിച്ച് കുറെ ആൾക്കാർ ഇടങ്ങാറാകുന്നുണ്ട്. തിന്മ ഒഴിവാക്കിയാൽ ശരിയായിക്കൊള്ളുന്നു, അതുകൊണ്ടൊന്നും കാര്യമില്ല. അള്ളാഹു നമ്മുടെ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശം പറയുന്നു, ഉമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു എന്നാണ്, അല്ല തിന്മ ഒഴിവാക്കാൻ വേണ്ടി എന്നല്ല.
ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ തിന്മകൾ തടസ്സമായതുകൊണ്ട് അതിനെ ഒഴിവാക്കേണ്ടതാണ്. ഇതേപോലെ തന്നെ അമ്മല്ലദീന സുഇദു ഫഫിൽ ജന്നത്തി ഖാലിദീന ഫീഹാ മാ ദാമത്തി സമാവാത്തു വൽ അർളു ഇല്ലാ മാ ഷാ റബ്ബുക അതാഅൻ ഗൈറു മജ്സൂസ്. സൗഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ അവൻ പ്രവേശിപ്പിക്കുന്നു. അവരതിൽ ആകാശഭൂമികൾ എത്ര കാലമുണ്ടോ അത്രയും കാലം അവർ വസിക്കുന്നവരാണ്. ഇത് തന്റെ റബ്ബിൽ നിന്നുള്ള ഒരിക്കലും നിന്നുപോകാത്ത അവന്റെ ദാനമാണ്. അപ്പോൾ വാസ്തവത്തിൽ നമ്മൾ റബ്ബിൽ നിന്നുള്ള നിന്നുപോകാത്ത ദാനം സ്വീകരിക്കേണ്ടവരാണ്. തിന്മ ഒഴിവാക്കുന്നത് അതിന്റെ മാർഗത്തിൽ തടസ്സമായതുകൊണ്ട് അതിനെ മാറ്റി നിർത്തുന്നല്ലാതെ ആ ദാനത്തെ ഒഴിവാക്കിയിട്ടുള്ള ജീവിതം ഒന്നുമില്ലാത്ത. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, ഇതിനു മുമ്പുള്ള ഇസ്ലാമിക ഫിലോസഫി, അഖ്ലാഖിന്റെ ഫിലോസഫിയിൽ ഉണ്ടായിരുന്നത് തിന്മകൾക്കെതിരായി ശക്തമായി നിൽക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഖലീഫത്ത് മസീഹ് സാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, തിന്മ ഒരു ഭാഗത്ത് ഒഴിവാക്കൽ മാത്രമല്ല, നന്മകൾ അള്ളാഹുവിന്റെ വളരെ ശക്തമായിട്ടുള്ള അള്ളാഹുവിന്റെ വരദാനങ്ങളുണ്ട്, അത് ആർജിക്കുക എന്നുള്ളതാണ്. അത് രണ്ടും ഒരുമിച്ച് ചേരുമ്പോഴേ യഥാർത്ഥത്തിൽ ധാർമ്മിക ഗുണങ്ങളെ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ചില ആളുകൾ മിണ്ടാതിരിക്കുന്ന ആളുകൾ, ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്ത അങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇപ്പൊ കുതിരനെ ഖലീൽ ഉസ്താൻ ഒരു കഥ പറയുന്നുണ്ട്. ഒരാൾ കുതിരപ്പുറത്ത് കയറാൻ ചെന്നപ്പോൾ പറഞ്ഞു, ഈ കുതിരയല്ല, കുറച്ച് തടി കുറഞ്ഞ കുതിര ഉണ്ടോന്ന് ചോദിച്ചു. കാരണം അല്ല ശക്തിയുള്ള കുതിര ആളെ കുടഞ്ഞ് താഴ്ത്തിട്ടെങ്കിലും ഒന്ന് പേടിച്ചിട്ട് കുറച്ചുകൂടി ചെറിയ തടി കുറഞ്ഞ കുതിര വേണമെന്നാണ്. അപ്പൊ കൊടുന്ന പറഞ്ഞു, ഇതല്ല ഇതിനേക്കാണ് ചെറുതില്ലെന്ന് ചോദിച്ചു. അങ്ങനെ ഏറ്റവും ചെറുത് വന്നപ്പോൾ അതിലും കയറാൻ കക്ഷിക്ക് പേടിയാണ്. അപ്പൊ കയറാൻ പേടിയുള്ളവന് കുതിര ചെറുതായിട്ട് കാര്യമൊന്നുമില്ല. അതേപോലെ ഈ തിന്മയൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ മൂട് കുത്തുന്നുണ്ട്, അവനെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതേ സമയത്ത് അവൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ അവൻ ശരിക്കുള്ള തടിയുള്ള കുതിരയുടെ പുറത്തും കയറാൻ കഴിയണം. തിന്മകളും പ്രശ്നങ്ങളൊക്കെ അവന്റെ പാട്ടിലുണ്ടായിരിക്കും, പക്ഷെ അവന് നന്മയിൽ അവന് കയറാൻ കഴിയണം. അതിനുള്ള ആ വിധത്തിലുള്ള ഒരു ഫിലോസഫി, ആ വിധത്തിലുള്ള ഒരു തത്വജ്ഞാനത്തിലേക്കാണ് ഖലീഫത്ത് മസീഹ് നമ്മെ കൊണ്ടുപോകുന്നത്. അത് ഇസ്ലാമിക് ഫിലോസഫിയിൽ മറ്റുണ്ടായിരുന്ന അങ്ങനെയല്ല. തിന്മകളിൽ നിന്ന് മാറി നിന്ന ആൾ രക്ഷപ്പെട്ടു എന്നുള്ള അങ്ങനെ കുറെ ആൾക്കാർ നമ്മൾ കാണലുണ്ട്. അവരെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകുന്നില്ല. സമൂഹത്തിനുള്ള ഗുണമല്ല, അവർക്കില്ല ഗുണം, ദോഷമില്ല എന്ന് മാത്രം. ചില തിന്മകൾ ഉണ്ടാകുന്നത് നമ്മളുടെ നഫ്സിനെ ചുരുക്കിയിട്ട് അതിന് ഒഴിവാകുമെന്ന് വിചാരിക്കണ്ട. നഫ്സ് ചത്തതിന് ശേഷം കിട്ടുന്ന ചില തിന്മകളുണ്ട്. മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. നമ്മൾ ചില തിന്മകൾ നമുക്കുണ്ടാകുന്നു. ഇപ്പൊ അത് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ ഭക്ഷണം ചുരുക്കുക, അതല്ലെങ്കിൽ നമ്മുടെ നഫ്സിനെ പറ്റങ്ങോട്ട് ചുരുക്കി കളഞ്ഞ് അത് ചെയ്യാതിരിക്കാനുള്ള എല്ലാ വട്ടക്കൂടും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല, നമ്മളെ നഫ്സന്നെ നമുക്കില്ലാത്ത ചത്തുപോയിട്ടുണ്ടാകുന്ന തിന്മകളുണ്ട്. ഉദാഹരണമായിട്ട് ഈമാനിക രോഷമില്ലായ്മ. ആ രോഷമില്ലാത്ത നമുക്ക് നഫ്സന്നല്ല, ചത്തുപോയ നഫ്സാണ്. അപ്പൊ അത്തരത്തിലുള്ള അവസ്ഥയിൽ നഫ്സിനെ ഈ മൂന്ന് വശങ്ങളെയും പരിഗണിക്കണം. ഒന്ന് നമ്മൾക്ക് വരുന്ന തിന്മകളെ, മറ്റൊന്ന് നന്മകൾ ആർജിക്കുന്നത് നമ്മുടെ നഫ്സിന് ഇല്ലാത്ത നിലയിൽ ഉണ്ടാകാവുന്ന തിന്മകൾ. ഈ വശങ്ങളെ മുഴുവൻ പരിഗണിച്ചുകൊണ്ടാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു തത്വശാസ്ത്രം നമ്മുടെ മുമ്പാകെ വെച്ചിരിക്കുന്നത്. മുമ്പുള്ള അഖ്ലാഖിന്റെ തത്വങ്ങളിൽ ഉണ്ടായിരുന്ന ഒന്നും ഇമാം ഗസാലിയും അതേപോലെ മുഹ്യിദ്ദീൻ അറബി തങ്ങളും അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി ഉണ്ടാവണമെന്ന് പറയും. ഭയങ്കര പേടി. നമ്മളെ സംഗതി ശരിയാണ്, പേടി വേണം. പക്ഷെ പേടി വേറൊന്ന് പറഞ്ഞ ഉമ്മീദ്, അവർ നാ ഉമ്മീദി, നിരാശയും. ഇത് രണ്ടിന്റെ ഇടയിലാണ് ഈമാൻ എന്നാണ് ഇതുവരെ കണ്ടുപിടിച്ചിരുന്നത്. അതായത് അള്ളാഹുവിന്റെ പേടി മനസ്സിലുണ്ടായിരിക്കുക, അള്ളാഹുന്റെ സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ. പേടി ഇല്ലാതിരിക്കുക, സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ ഇല്ലായ്മയായിരിക്കുക. ഇതാണ് തിന്മയിലേക്ക് പോകുന്നത്. അതിൽ പേടിയും നിരാശയും രണ്ടും അതിന്റെ സ്ഥാനത്ത് ഉണ്ടാകാവുന്നതാണെങ്കിലും നിരാശ ഒരിക്കലും ഉണ്ടായിട്ടില്ല. നിരാശ കൊണ്ട് ഈമാൻ ഒരിക്കലും കിട്ടൂല. ഇവിടെ റജാ ഔർ ഉമീദ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഉപയോഗിച്ച പ്രയോഗമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ. പേടി പിന്നെയാണ്. റഹ്മത്തി വസിഅത്ത് അലാ കുല്ലി ഷൈഇൻ,
അള്ളാഹുവിന്റെ റഹ്മത്തി എല്ലാറ്റിന്റെയും റഹ്മത്തി വസിയത്ത് കുല്ലശൈൻ അല്ലല്ല, എല്ലാവിധത്തിലുള്ള അള്ളാഹുവിന്റെ സിഫത്തുകളെയും പൊതിഞ്ഞു നിൽക്കുന്ന, മൂടി നിൽക്കുന്ന അള്ളാഹുവിന്റെ റഹ്മത്താണ്. അപ്പൊ അള്ളാഹ് എന്നെ ശിക്ഷിക്കും എന്നുള്ള പേടി എത്ര തന്നെ ഉണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ അള്ളാഹു എന്നെ കൊണ്ടുപോയി നശിപ്പിക്കുകയില്ല, അവൻ റഹം ചെയ്യുന്നവൻ, അവൻ കരുണ ചെയ്യുന്നവനാണെന്നുള്ള പ്രതീക്ഷയാണ്. ഞാൻ എത്ര തന്നെ മോശക്കാരനാണെങ്കിലും എന്റെ റബ്ബ് എന്നെ കഷ്ടപ്പെടുത്തുന്നവനല്ല, എന്റെ റബ്ബ് എന്നോട് കരുണ കാണിക്കും. കാരണം ഞാൻ എത്ര മോശക്കാരനാണെങ്കിലും അള്ളാഹുവിന്റെ റഹ്മത്ത് അതിനേക്കാൾ വലുതാണ്. ഈ ഒരു പ്രതീക്ഷ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. തിന്മകൾ ചെയ്ത് പോകുന്ന അധികം ആളുകൾക്ക് ഉണ്ടാകുന്നതാണ് ഹതാശയാണ്. ഞാനൊന്നും ഇനി ശരിയാവില്ല, ഞാനിപ്പോ എന്തോ അള്ളാന്റെ വലിയാവുക. നമ്മളുടെ അവസ്ഥ അങ്ങനെയൊന്നും അല്ലല്ലോ, അതൊക്കെ വേറെ ചില ആളുകൾക്കാണ്. അങ്ങനെയല്ല. അള്ളാഹുവിന്റെ റഹ്മത്ത് ഇപ്പൊ നമ്മളിപ്പോ ചെയ്യുന്ന വാസ്തവത്തിൽ എന്താണ്, നമ്മളിപ്പോ ഒരാള് ഒരു മനസ്സിനൊരു വിഷമമുണ്ട്, നമ്മൾ തിന്മ ചെയ്യുന്നു, അത് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നുള്ളത് അള്ളാഹ് എന്നെ ആ കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിവുള്ളവനാണ് എന്ന ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ ചെയ്യുന്ന ഈ പ്രവർത്തികൾ പിന്നെ അവിടെ പേടിയുണ്ടാവും. ഈ പ്രവർത്തികളുടെ ഈ രീതി അല്ല അള്ളാഹ് ഇഷ്ടപ്പെടുന്നതോ എന്നുള്ള പേടിയുണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന പേടിയുണ്ടാവുള്ളൂ. അള്ളാഹ് എന്നെ കൊല്ലും പിടിക്കുന്നുള്ള പേടിയല്ല. വളരെ മൈലൂട്ടാണ് സംഗതി എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതായത് അള്ളാഹ് എന്നെ കണ്ടാല് ഉടനെ തന്നെ എന്നെ പിടിച്ച് തീയിലിടും, കരിച്ചു കളയും. പൊതുവായിട്ട് മുസ്ലിങ്ങളുള്ള അവസ്ഥ അതാണ്. അള്ളാഹിന്റെ ശിക്ഷയെക്കുറിച്ച് പേടിപ്പിക്കലാണ് കുട്ടികളൊക്കെ ചെയ്യല്. ഇപ്പൊ കൈ ഇങ്ങിട്ടിട്ടാ അള്ളാഹ് അത് ചെയ്യും, ഇങ്ങിട്ട് ഇത് ചെയ്താൽ അത് ചെയ്യും. അള്ളാഹ് ശിക്ഷിക്കുന്ന കുട്ടികളെ ചെറുപ്പത്തിലേ പേടിപ്പിച്ച് വെച്ചിരിക്കണം. നുണ പറഞ്ഞ നാവ് മുറിക്കും, അതല്ലേ പിന്നെ വേറൊരുത്തനെ എങ്ങനെ വെച്ചിട്ട് കണ്ണുവെട്ടും, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഖുർആൻ കാല് വെച്ചാൽ കണ്ണുവെട്ടും, ഇങ്ങനെയൊക്കെ പേടിപ്പിക്കണം. അങ്ങനെയല്ല. നമുക്കുള്ള പേടി എന്താണ്? അള്ളാഹിനെ പേടിയുണ്ട്, പേടിയില്ല എന്നല്ല ഞാൻ പറയുന്നത്, അത് വേണം. റബ്ബേ എന്റെ ഈ രീതി അവൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവന്റെ കാരുണ്യത്തെ ആകർഷിച്ചെടുക്കുവാൻ പറ്റിയതല്ലാതായി പോകുമോ എന്നുള്ള പേടിയാണ്. അപ്പോഴും അള്ളാഹിന്റെ റഹ്മത്ത് എനിക്ക് ഉണ്ടാവും, അതിന്റെ പുറത്ത് റഹ്മത്ത് ഉണ്ടാവും എന്നുള്ളൊരു സമാധാനം ഉണ്ടാവും. മറ്റൊന്ന്, എന്റെ ബലഹീനതകൾ കാരണം എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഇതേപോലെ ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള പേടിയാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു കിട്ടുന്നില്ലല്ലോ എന്നുള്ള പേടി. അപ്പൊ അള്ളാന്റെ ആ ശിക്ഷയിലേക്ക് ഞാനാണ്ട് പോകേണ്ടി വരുമോ ഇത് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് എന്നുള്ളൊരു തോന്നലാണ്. അപ്പോഴും നമ്മുടെ മനസ്സിലെപ്പോഴും റബ്ബ് എന്നെ സംരക്ഷിക്കും, റബ്ബന്റെ കൂടെ ഉണ്ടാകും, റബ്ബ് എന്നെ എല്ലാവിധത്തിലും അനുഗ്രഹിക്കും, എന്നെ എന്റെ റബ്ബ് കഷ്ടപ്പെടുത്തുകയില്ല, എന്നെ എന്റെ റബ്ബ് ഇട്ട് പൊരിക്കാൻ വിടൂല എന്നുള്ളൊരു പൂർണ്ണ പ്രതീക്ഷ മനസ്സിലുണ്ടാണ്. അതിന് ഇൻസ്പിറേഷൻ ഉണ്ടാവും അതുകൊണ്ട് മനസ്സിൽ. അതില്ലാത്തവരാണ് ഈ പ്രശ്നത്തിലൊക്കെ കുടി കളിക്കുന്നത്. നമ്മളിപ്പോ തഹജ്ജുദൊക്കെ നിസ്കരിച്ചിട്ട് നമ്മളിപ്പോ എന്താവാൻ പോവാണ്? നമ്മൾ ഖുർആൻ പഠിച്ചിട്ട് നമുക്ക് എന്താവാൻ പോവാണ്? അങ്ങനെയല്ല. ഞാൻ തന്നെയാണ് അത്. വേറെ മനുഷ്യന്റെ കൂട്ടത്തിൽ എന്നെ തന്നെയല്ല അള്ള തെരഞ്ഞെടുത്ത്. മനുഷ്യന്റെ കൂട്ടത്തിൽ എന്നെ തെരഞ്ഞെടുത്ത ഞാനും ഇപ്പെട്ട ആളെന്നെയാണ്. ഞാനെന്തിനു വേറെ സ്ഥലത്തേക്ക് പോകണം? ആ ഒരു അവബോധവും ആ വിധത്തിലുള്ള ഒരു ചിന്തയും ഒരു പൂർണ്ണമായിട്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു വലിയ പ്രതീക്ഷയും എപ്പോഴും മനസ്സിൽ ഒതുങ്ങി നിൽക്കുക എന്നുള്ളതാണ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ പറയുന്ന എല്ലാറ്റിന്റെയും ചുരുക്കം. അഖ്ലാഖി ഫിലോസഫിയില്, അഖ്ലാഖിന്റെ തത്വങ്ങളില് പിന്നെ മറ്റുള്ളവർ നമ്മളെ കൊണ്ടുപോകുന്ന ഒരു രംഗമല്ലത്. മസീഹ് മൗഊദ് നമ്മളെ വേറെ ഒരു രംഗത്തെ, അതാണ് ഖലീഫത്ത് മസീഹ് സാനി നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു വ്യത്യാസം അഹമ്മദികൾക്ക് മാത്രം കിട്ടിയിട്ടുള്ളതാണ്. അഥവാ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ചവർക്ക് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. മറ്റവരൊക്കെ നരകത്തിനും സ്വർഗത്തിനും വെച്ച് പിടിച്ചിട്ട് അത് കിട്ടുമോ ഇത് കിട്ടുമോ എന്നുള്ള പേടിയിൽ കിടന്ന് കളിക്കുകയാണ്. ഇനി റസൂലേ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നമ്മൾ അങ്ങനെ തന്നെ നമ്മളെ പഠിപ്പിച്ചു. ഒന്ന് റഹ്മത്തി വസിഅത്ത് കുല്ല ഷൈഇൻ, റഹ്മത്ത് എല്ലാറ്റിനും ചൂട് നിൽക്കും. ഞാൻ എത്ര വലിയ പാപിയാണെങ്കിലും അള്ളാന്റെ കരുണ എന്നുള്ളത് അതിനും മേലെ നിൽക്കുന്നവനാണ്. ഞാൻ എന്റെ പാപത്തുനിന്ന് എന്നെ ശിക്ഷിക്കുന്നവനാണല്ലോ, ശരിയാണ്, ശദീദുൽ ഇഖാബാണ്. പക്ഷെ റഹ്മത്ത് അതിനെയും ചൂഴ്ന്നു നിൽക്കുന്നതാണല്ലോ. അതുകൊണ്ട് ഒരു എന്നോട് എന്റെ റബ്ബിന് കരുണ ചെയ്യാം. അതിനെ ഞാൻ വശീകരിക്കാൻ ഞാൻ റബ്ബിനോട് ചോദിക്കണം എന്നുള്ളൂ. എന്റെ മനസ്സതിന് പക്വമാക്കി വെക്കണം എന്നുള്ളൂ. ഇത് ഖുർആൻ പറയുന്നതോടുകൂടി റസൂൽ തിരുമേനി വളരെ രസകരമായിട്ടാണ് ഈ കാര്യം വിശദീകരിക്കുന്നത്. ഒരു ഹദീസ്, വളരെ നിസ്സാരമായ ഹദീസാണ്, പക്ഷെ അത് വളരെ വലിയൊരു തത്വമാണ് അടങ്ങിയിട്ടുള്ളത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരാൾക്ക് പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ വരികയാണെങ്കിൽ, ദുസ്വപ്നങ്ങൾ വരികയാണെങ്കിൽ അത് ശൈത്താന്റെ ഭാഗത്തുനിന്നാണ്. മുൻദിർ എന്നാണ് പദം പ്രയോഗിച്ചത്. താക്കീത് നൽകുന്ന, പേടിപ്പെടുത്തുന്ന ദുസ്വപ്നങ്ങൾ അയാൾക്ക് വരികയാണെങ്കിൽ ശൈത്താന്റെ ഭാഗത്താണ്. മുബശ്ശിർ, സുവാർത്ത നൽകുന്ന സ്വപ്നങ്ങൾ വരികയാണെങ്കിൽ അത് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നാണ്. എത്ര രസകരമാണ് ഹദീസ് എന്ന് ആലോചിക്കും. നല്ല സ്ഥിതി നോക്കാം. നമുക്ക് വാസ്തവത്തിൽ നബിമാർക്ക് മുൻപ് സ്വപ്നങ്ങൾ വരലുണ്ട്. നബിമാർക്ക് പേടിപ്പെടുത്തുന്ന താക്കീതുമായിട്ട് വരാറുണ്ട്. പക്ഷെ നിരന്തരമായി പേടിപ്പെടുത്തുന്ന സ്വപ്നം തന്നെ ഒരാൾക്ക് വരികയാണെങ്കിൽ ഇത് പടച്ചോ എനിക്ക് കാണിച്ചു തരുന്നതാണോ, ഞാൻ നശിച്ചു പോകുമെന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. അത് ശൈത്താൻ കാണിച്ചു കൊടുത്താണ്, അവൻ വിട്ടുകളയണം. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇടതുവശത്തേക്ക് തിരിഞ്ഞ് തുപ്പുകയും ലാഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലുകയും ചെയ്യണമെന്ന് പറഞ്ഞത്. ഇടതുവശത്തേക്ക് തിരിഞ്ഞു തുപ്പുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എടോ, എനിക്ക് നിന്നെ ഒരു ചുക്കും ചെയ്യാനില്ല, എനിക്കത് വേണ്ടേ വേണ്ട എന്നുള്ളതാണ്. ഒരു മനഃശാസ്ത്രമായ ട്രീറ്റ്മെന്റ് ആണ്. ഒരു സംഗതി നമ്മൾ വലത്തോട്ടാണ് പിന്നെയും പറയാം, ഇടത്തോട്ട് തിരിഞ്ഞ് തുപ്പുക എന്ന് പറഞ്ഞാൽ ഇത് എനിക്കൊരു ചുക്കും വരൂല എന്നാണ്. അത് ശൈത്താൻ എന്നെ ഒരിക്കലും അറ്റാക്ക് ചെയ്യാൻ സാധ്യമല്ല. എത്ര വലിയൊരു ശക്തിയാണ് അള്ളാഹ് തരുന്നത് നോക്കണം. അതേ സമയത്ത് ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ചില ആൾക്കാർ നല്ല സ്വപ്നം ശൈത്താന്റെ അടുത്ത് നിന്ന് വരും. അപ്പൊ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി ചൊല്ലാൻ പറഞ്ഞു. അത് അള്ളാന്റെ അടുത്ത് നിന്നാണെന്ന് പറഞ്ഞു. അപ്പോഴും നമുക്ക് ഇൻസ്പിറേഷനാണ് കിട്ടുന്നത്. അപ്പൊ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഇതായിട്ട് മനുഷ്യനെ ആത്മീയമായിട്ട് അവൻ പുരോഗമിക്കുന്നതിന്, അവന് സ്വപ്നത്തിന് ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി ആ സ്വപ്നം അവനെ എങ്ങനെ നയിക്കുന്നു എന്നുകൂടെ വെച്ചിരിക്കണം. അതിന് വന്നാൽ അവൻ എങ്ങനെ പോകണമെന്നും കൂടെ. ലാ ഹൗല വലാ ഖുവത ചൊല്ലുന്നതിന്റെ അർത്ഥം, അല്ലാഹുവേ നിന്റെ ശക്തി മാത്രമാണ് എനിക്കുള്ളത്, ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്യുന്നു, എന്റെ പാപങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷപ്പെടുന്നു, നിന്റെ ശക്തി എനിക്ക് വേണം എന്ന നിലയിൽ ആ ഒരു സ്ഥാനമാണ് അവനവന് കിട്ടുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും നമ്മളെ നിരാശപ്പെടാനുള്ള അവസരം നൽകുന്നില്ല. സ്വപ്നം എന്നുള്ളത് അത് മറ്റൊരു സംഗതിയാണ്. ഞാനത് ഇപ്പൊ അങ്ങോട്ട് പോകുന്നില്ല. സ്വപ്നത്തിന്റെ ഒരു ലോകം തന്നെ ഉണ്ട്. അത് വളരെ ആവശ്യവും അനിവാര്യവുമായിട്ടുള്ളതാണ്. അതേ സമയത്ത് അപകടപ്പെടുത്തുന്ന പ്രശ്നങ്ങളുണ്ട്. പക്ഷെ മൊത്തത്തിൽ സ്വപ്നത്തെക്കുറിച്ചുള്ള സംഗതിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ദുസ്വപ്നങ്ങളാണ് വരുന്നത്, ശൈത്താൻ കാണിച്ചാണെന്ന് തള്ളിക്കളയാൻ പറഞ്ഞു. നല്ല സ്വപ്നമാണെങ്കിൽ അത് അള്ളാഹ് കാണിച്ചാണെന്ന് വിചാരിച്ചതിന് മുമ്പോട്ട് പോകാൻ പറഞ്ഞു. അഹ്മദിയ ധാർമ്മിക വീക്ഷണം അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ കരുണയെക്കുറിച്ചുള്ള ശുഭപ്രതീക്ഷയിൽ അധിഷ്ഠിതമാണ്. അത് വിട്ടുകൊണ്ട് നമ്മൾ അഖ്ലാഖ് നടണമെന്ന് വിചാരിച്ചിട്ട് നടക്കില്ല. മറ്റേതെങ്കിലും പുസ്തകങ്ങൾ എവിടെങ്കിലൊക്കെ വായിച്ചിട്ട് പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ അത് മുഴുവൻ വലിച്ചെറിയുക. മറിച്ച് അഹ്മദിയത്തിന്റെ ആ ഒരു വീക്ഷണത്തിൽ നിന്നുകൊണ്ട് എന്റെ റബ്ബ് എന്നെ അവന്റെ ഒലിയാക്കി എടുക്കും, അതിലെനിക്ക് പേടിക്കേണ്ടതില്ല എന്ന ഒരു പൂർണ്ണ വിശ്വാസം. കാരണം അള്ളാന്റെ കലാമാണ്, വേറെ എല്ലാം വിശ്വസിക്കാനുള്ളത്, വേറെ എന്ത് വിശ്വസിക്കാനുള്ളതാണ്? നമ്മളെ നഫ്സ് തോന്നുന്ന ശൈത്താന്റെ തോന്നലിൽ വിശ്വസിക്കുക, അത് അള്ളാന്റെ കലാമിൽ നമ്മൾ വിശ്വസിക്കുക? ഇതാണ് ചോദ്യം. നമ്മളെ നഫ്സ് നമ്മളോട് പറയുന്ന പാവമംഗലമായ ജീവിതത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു നഫ്സിന്റെ ശൈത്താനിക ചിന്തയിൽ വിശ്വസിക്കണമോ, ഞാൻ ഒന്നും ആവൂല എന്ന് വിശ്വസിക്കണോ, അതോ അള്ളാന്റെ കലാമിൽ നമ്മൾ വിശ്വസിക്കണോ? നിങ്ങൾ ആവുമെന്ന് അള്ളാഹ് പറഞ്ഞ ആ കലാമിൽ വിശ്വസിക്കണോ? ഇതേ പ്രശ്നമുള്ളൂ. അപ്പൊ ആ ഒരു ഉയർന്ന പ്രതീക്ഷയോടുകൂടിയായിരിക്കണം നമ്മളുടെ പോക്ക്. വിഷയത്തിൽ തിരിച്ചു വരികയാണ്. അതായത് ആത്മീയമായിട്ട് ഉയരാൻ ശ്രമിക്കുമ്പോൾ എണീറ്റ് നിൽക്കാൻ കഴിയാതെ വീണ്ടും വീണു പോകുന്ന അവസ്ഥ. അപ്പൊ എന്തൊക്കെ നമുക്ക് ചെയ്യണം എന്നുള്ളതാണ്, അതിന് രക്ഷപ്പെടാൻ എന്തെല്ലാം ചെയ്യണം എന്നുള്ളതാണ്. അതില് ഇപ്പോ ഞാൻ നിസ്കരിക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ നിസ്കരിക്കാൻ കഴിയുന്നില്ല. തഹജ്ജുദ് നിസ്കരിക്കണമെന്ന് എല്ലാ ദിവസവും ആഗ്രഹമുണ്ട്, നടക്കുന്നില്ല. നഫിൽ നോമ്പുകൾ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, നടക്കുന്നില്ല. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? പക്ഷെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പൊ ചെയ്യാൻ പറ്റാത്തതിനാണ് പിന്നെ ചെയ്യാൻ പോയിക്കുന്നത്. ചെയ്യാൻ കഴിയുന്നില്ല, പ്രവൃത്തി ചെയ്യാൻ കഴിയുന്നില്ലാണ് പ്രശ്നം. അതിന് വീണ്ടും എന്ത് പ്രവൃത്തി ചെയ്യണമെന്ന് വെച്ചാൽ അത് ചെയ്യാൻ പറ്റുമോ? അത് കുഴപ്പമാണല്ലോ. അപ്പൊ അതിനെ ഒന്നുകൂടെ അനലൈസ് ചെയ്ത് താഴത്തേക്ക് ഇറങ്ങണം, അപ്പോഴേ സംഗതി നടക്കുള്ളൂ. അങ്ങനെയുള്ള കാര്യത്തിൽ രണ്ട് വിധത്തിലാണ് സംഗതിയുള്ളത്. ഒന്ന്, നമ്മുടെ ജസ്ബാത്ത്, നമ്മുടെ വികാരങ്ങളെ പരിഗണിച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ്. അത് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ വിട്ടോളണം. ഉദാഹരണമായി നാജായിസ് മുഹബത്ത്.
അനുവദനീയമല്ലാതെ ഒരാളോട് നമുക്ക് സ്നേഹം, ഈ സ്നേഹത്തെ നമുക്ക് വിടാൻ നമ്മുടെ ജസ്ബാത്ത്, നമ്മുടെ വികാരമാണ്, അതിനെ നമുക്ക് തടയാൻ കഴിയില്ല. അത് നമ്മളെ കൺട്രോളല്ല. അത് നമ്മൾ വിട്ടോളണം. അതെന്തോ ആവട്ടെ എന്ന് വിചാരിച്ചാൽ ഒരു ഭാഗത്തേക്ക് വലിച്ചെറിയണം. സ്നേഹം മനസ്സിൽ പിന്നെയും വരും, അത് അവിടെ വന്നോട്ടെ. പക്ഷെ അതേ സമയത്ത് ഒരാൾ നമസ്കരിക്കണം എന്ന് പറഞ്ഞാൽ നമസ്കരിക്കാൻ കഴിയില്ല എന്നിങ്ങനെ പറയില്ലേ? അതായതൊക്കെ ചെയ്യാലോ. നിസ്കരിക്കേണ്ട നേരത്തെ അത് നിസ്കരിക്കാം, അതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. ആള് മെനക്കെട്ടാൾക്ക് ചെയ്യാൻ പറ്റും. സക്കാത്ത് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു പക്ഷേ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കും. പക്ഷെ നിസ്കരിക്കുന്ന കാര്യത്തിൽ ഞാൻ ഇപ്പൊ നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ പറ്റും. നിസ്കരിക്കേണ്ട ഒരു പ്രശ്നം ആൾക്കില്ല. പക്ഷെ ജസ്ബാത്തിന്, വികാരത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരാളോട് അനവധീനമായ സ്നേഹം തോന്നുന്നു, ആ സ്നേഹത്തെ വിടാൻ കഴിയുന്നില്ലെങ്കിൽ അതവിടെ കിടക്കുന്ന ഒരു സംഗതിയാണ്. അതായത് വികാരത്തിന് ബന്ധപ്പെട്ടാണ് ആ അമൽ അയാൾ ചെയ്യേണ്ട. അത് അമലുകൾ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് വികാരവുമായി ബന്ധിതമായത്, മറ്റൊന്ന് അയാളുടെ കർമ്മവുമായി ബന്ധിതമായി. വൈകാരികമായിട്ടുള്ളതിന് അങ്ങനെ തന്നെ വിട്ടുകൊള്ളാനാണ് ഖലീൽ സാനി പറയുന്നത്. കർമ്മപരമായിട്ട് അയാൾ ചെയ്യാൻ പറ്റിയ സംഗതികൾ ഒരിക്കലും ഒഴിവാക്കും ചെയ്യരുത്. അത് ചെയ്തു വരുമ്പോൾ വൈകാരികമായ അവസ്ഥയിലേക്ക് അയാൾ തിരിച്ചു വരും. ഇത് കൂടാതെ ഒരു ചെറിയ മറ്റൊരു സംഗതി കുറച്ചുകൂടി ഒന്നുകൂടി താഴത്തേക്ക് ഇറങ്ങിപ്പോണം. അപ്പോൾ അത് കൂടുതൽ മനസ്സിലാവും. ഇപ്പൊ ഒരാൾ രോഗി, അയാൾക്ക് മരുന്നും ഫലിക്കുന്നില്ല, ഭക്ഷണവും ഫലിക്കുന്നില്ല. അയാൾക്ക് നമ്മൾ എന്ത് കൊടുക്കും? ആ കൂടെ കുടുങ്ങിപ്പോയി. അയാൾക്ക് സാധാരണ ട്രിപ്പ് കൊടുക്കൽ ഇപ്പൊ പരിപാടിയില്ല. ഇപ്പൊ ഒരാളോട് ഡോക്ടർ പറയണത് നിങ്ങൾ കുറച്ച് വ്യായാമം ചെയ്യണം എന്നാണ്. ആള് പറയണ എനിക്ക് പണിയെടുക്കാൻ വയ്യായിട്ട് എങ്ങളടുത്തേക്ക് വന്നത്, ഇനിയിപ്പോ വേറെ പണിയെടുക്കാൻ പറയാമെന്ന് ചോദിക്കുമോ? അയാൾ പറഞ്ഞ അത്ര പണിയെടുക്കും. വ്യായാമത്തിന് കൈ ഇങ്ങനെ അനക്കാന്ന് പറഞ്ഞാല് വിറകെട്ടാൻ വയ്യാത്തവന് കൈ അനക്കാൻ പറഞ്ഞാൽ ചെയ്യുമല്ലോ. അപ്പൊ അത്തരത്തിലുള്ളതാണ് നമസ്കരിക്കണം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. അത് ഫറള് നമസ്കാരങ്ങൾ തജ്ജുസ്കരിക്കാനും വേണ്ടാന്ന് പോട്ടെ വിടാം. പക്ഷെ ഫറള് സമയത്ത് മനസ്സ് വന്നാലും വന്നില്ലെങ്കിലും നിസ്കരിക്കാം. ഇപ്പൊ ഡോക്ടർ കൈ അനക്കണം, അങ്ങനെ 10 ദിവസങ്ങൾ എണീറ്റിരിക്കണം, 10 പ്രാവശ്യം എണീച്ചിരിക്കണം എന്ന് പറഞ്ഞാല് ഇല്ല, ഞാൻ നീക്കാനും വലിക്കാനും വയ്യാതെ എൻ്റെ അടുത്തേക്ക് വന്ന് പിന്നെ അനന്തി എന്ന് ചോദിക്കൂല. അത് ചെയ്യാൻ. പക്ഷെ ചില സമയത്ത് ബെഡ് കിടക്കുന്ന രോഗിയുണ്ടാവും. അവനെ കൊണ്ടായി പിന്നെ എന്തായാലും തിരുമ്മലാണ്. അവനോട് വ്യായാമം ചെയ്യാനല്ല പറയും. അവനെ ഒഴിച്ചിലും പിഴിച്ചിലും കിഴിവെക്കലും ഒക്കെ ആയിട്ടാണ് എണീപ്പിക്കാനാക്കുക. അപ്പൊ അതുപോലെ ചില ചികിത്സകളും ആത്മീയ രംഗത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ഒന്ന് ചെറിയ വ്യായാമങ്ങൾ മുഖേന ശരീരത്തിന് ശക്തി നൽകുക. മറ്റൊന്ന് പറ്റ അവശനായി കിടക്കുന്നവനെ തിരുമ്മലും മാലിഷും കാരണം അവന് പിന്നെ കുറച്ച് ശക്തി കിട്ടും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുവരും. കിഴിവെക്കലും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ കിട്ടും. അപ്പൊ ഈ 2 വിധത്തിലുള്ള ചികിത്സയാണ് ഈ രംഗത്ത് അനിവാര്യമായിട്ട് വരുന്നത്. അതിൽ ആദ്യം ഇപ്പൊ പറഞ്ഞു വന്നത് നമ്മൾ ചെറുതായിട്ട് വ്യായാമം ചെയ്താൽ ശരിയാവുന്ന ആൾക്കാരാണ്. അവർക്കുള്ള ചികിത്സയാണ് പറഞ്ഞത്. മനുഷ്യന് നന്മയും തിന്മയും കുറിച്ചുള്ള വിവരം ഉണ്ടായിരിക്കാം, ഫസ്റ്റ് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, അതിനെ ഏത് അവസരത്തിലാണ് ഉപയോഗിക്കേണ്ടത് എന്ന വിവരം ഉണ്ടായിരിക്കാം. മേശയും കസേര എടുത്തുകൊണ്ട് ആണ്ട് റൂമിക്ക് വെക്കുക എന്ന് പറഞ്ഞാൽ എടുത്തു വെക്കും. പക്ഷെ എവിടെ വെക്കണം എന്ന് അറിഞ്ഞെങ്കിൽ അത് വെക്കണ്ടമായി വെക്കാൻ കഴിയുള്ളൂ. അപ്പൊ ആ വിവരം ഉണ്ടാകും. അത് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ കഴിഞ്ഞതാണ് ഈ സംഗതികൾ. മൂന്നാമത്തെ കാര്യം, തന്റെ നഫ്സിനെ കുറിച്ച് ചിന്തിക്കുക. തന്നിലേത് നന്മയുണ്ട്, തന്നിലേത് തിന്മയുണ്ട്. നമ്മൾ പഠിച്ചു വെച്ച നന്മകളിൽ നന്മ ഏതൊക്കെ എന്റേതിലുണ്ട് എന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുക. നാലാമത്തെ സംഗതി, കൂടുതൽ ഇന്ന് തുടങ്ങിയത് ഇസ്തിഗ്ഫാർ കൂടുതലായിട്ട്. കാരണം ഒന്ന് ആവർത്തിച്ചു വരുന്നത് നമ്മളിപ്പോൾ ആ സ്റ്റേജിൽ പെട്ടെന്ന് ഒക്കെ പാടെ കൺഫ്യൂഷൻ ആകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കൂടുതലായിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യുക. ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഉള്ളിലുള്ള പാപത്തിൽ ചെറിയ കണങ്ങളെ അവിടെ തന്നെ ഒതുക്കി നശിപ്പിച്ചുകളെ പുറത്തേക്ക് വരുന്ന സാഹചര്യത്തിൽ എന്നെ കൊണ്ടുപോകരുതെന്നുണ്ട്. മറ്റൊന്ന്, ഞാൻ ചെയ്തു പോയ പാപങ്ങളുടെ തിക്തഫലങ്ങൾ തന്നെ നീ കാക്കുന്നതാണ്. പിന്നെ അതിൻ്റെ അടുത്തത് അള്ളാഹുവിന്റെ മാരിഫത്ത്. അതായത് അള്ളാഹു എന്നോട് ചെയ്ത ഇഹ്സാനുകൾ ഇങ്ങനെയൊക്കെയാണ്, അതുപോലെ ഞാനും ചെയ്യാൻ ബാധ്യസ്ഥനാണ് എന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് നേടി തന്നിൽ അത് അപ്ലൈ ചെയ്യാം. നന്മയും തിന്മയുടെയും തിക്ത ഫലങ്ങളെക്കുറിച്ച്, അതിന്റെ പരിണാമ
അത് ചെയ്ത ആൾക്കാർക്ക് ഇന്നത്, ചെയ്യാത്തവർക്ക് ഇന്നത്, അതിന്റെ പരിണാമബുദ്ധി എന്തുണ്ടായി, പിന്നെ അവസാനത്തെ റിസൾട്ട് എന്തുണ്ടായി എന്ന് അന്വേഷിക്കുക. ലാസ്റ്റ് പറഞ്ഞ ഒന്നുണ്ടായിരുന്നത് അള്ളാഹുവിന്റെ അഖ്ലാഖ് സ്വീകരിക്കാന്നായിരുന്നു. അള്ളാഹു ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ്, അങ്ങനെ ഞാനും ചെയ്യട്ടെ. അള്ളാഹു കരുണാമയനാണ്, ഞാനും കരുണാമയനായിട്ട്. അതിന് ഇഖ്ലാസ് ഇല്ലെങ്കിലും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അവിടുന്നാണ് നമ്മൾ ഇത്രയും പ്രശ്നങ്ങളിലേക്ക് വന്നത്. ചെയ്യുന്ന ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. അള്ളാഹ് ചെയ്യുന്ന ഒരു പണിയാണ്, അതുകൊണ്ട് ഞാൻ ചെയ്തേ പറ്റും എന്ന നിലയിൽ ചെയ്യാം. ഇനി നമുക്ക് ഇത് ഒരു പിന്നെ സമ്മറിയാണ്. സാധാരണഗതിയിൽ ഇപ്പൊ നമ്മൾ ഇത്ര ദിവസം എടുത്ത് ക്ലാസ്സിന്റെ ഒരു ചുരുക്കാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ ഇതിനെ ഒന്നുകൂടെ വിശകലനം ചെയ്തുകൊണ്ട് നമ്മളുടെ നെസ്സിൽ അനലൈസ് ചെയ്യാം. അതിൽ പലരും പല കാറ്റഗറിയിലായിരിക്കും. അതിന്റെ ഏറ്റവും ലോയിലാണ് ഞാനിരിക്കുന്നത് എന്നുള്ള അവബോധത്തോടെ ഞങ്ങളോട് ചർച്ച ചെയ്യുന്നു. ആരൊക്കെ ഏതൊക്കെ ലെവലിലാണെന്ന് അള്ളാഹ് തന്നെ അറിയുള്ളൂ, നമുക്ക് ആർക്കും അറിയില്ല, നമ്മൾ ആരുടെ സ്കെയിലില്ല. അപ്പൊ ആ ഒരു രംഗത്ത് നിന്ന് നമുക്ക് തുടങ്ങാം. ആദ്യം അറിയേണ്ടത് രോഗം എന്താണെന്നാണ്. രോഗം എന്താണെന്ന് അറിയാൻ ചികിത്സിക്കാൻ കഴിയില്ല. ആ രോഗം അറിയാൻ വേണ്ടിയിട്ട് ഖലീഫത്തുൽ മസീഹ് സാനി നമ്മോട് പറയാണ്, ആദ്യം നമ്മളോട് ചോദ്യം ചോദിക്കുക, ഞാൻ എന്തിനാണ് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അതിന്റെ ആദ്യത്തെ ഉത്തരം എന്റെ പിന്നെ ഹൃദയ സംസ്കരണത്തിന്, ആത്മസംസ്കരണത്തിന് വേണ്ടിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊരു ഉത്തരം കിട്ടും. രണ്ടാമത്തെ ഉത്തരം എന്റെ പ്രവർത്തനങ്ങൾ നല്ലതാകാൻ വേണ്ടി എന്നൊരു ഉത്തരം കിട്ടും. ഒന്ന് പുറത്താണ്, ഒന്ന് അകത്താണ്. ഒന്നാമത്തെ ഉത്തരത്തിന് എങ്ങനെയാണ് പരിഗണിക്കേണ്ടതെന്നുള്ളതാണ് അറിയുന്നത്. അതിന് കഴിയുന്നില്ല. ആത്മസംസ്കരണം നമുക്ക് വരുന്നില്ല, ഹൃദയം ശുദ്ധിയായി കിട്ടുന്നില്ല. അതിന് കാരണം അള്ളാഹുവിന്റെ മുഹബ്ബത്ത് നമ്മുടെ മനസ്സിലില്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ ഖലീഫത്തുൽ സാനി പറഞ്ഞ് അംഗീകരിക്കാനേ പറ്റുള്ളൂ. ലോജിക്കലായിട്ട് ചർച്ച ചെയ്ത് പോകേണ്ടി വരും. ഇന്നത്തെ ക്ലാസ്സിൽ ഒതുങ്ങൂല. അള്ളാഹുവിന്റെ മുഹബ്ബത്ത് നമ്മളിൽ ഇല്ല എന്നുള്ളതാണ് മനസ്സിന്റെ ആത്മസംസ്കരണത്തിന്റെ കുറവ് നമുക്ക് അനുഭവിക്കാനുണ്ടാകുന്ന കാരണം. ഈ മുഹബ്ബത്ത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു റുയയിൽ കാണാൻ, മസീഹുദ്ദീൻ ഇതേപോലത്തെ റുയ വേറൊന്നുണ്ട്. സാനി കണ്ടത് കുറച്ചുകൂടെ നമുക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ എളുപ്പമുള്ളതാണ്. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കുട്ടിയായിട്ട് നിൽക്കുന്നു, ആകാശത്തേക്ക് കൈ ഉയർത്തിക്കൊണ്ട്. മറിയം അലൈഹിസ്സലാം ഒരു മാതാവായിട്ട് ആകാശത്ത് നിന്ന് താഴോട്ട് കൈ കാണിക്കുന്നു. അപ്പോൾ മസീഹ് കഴിയുന്ന വാക്ക് അങ്ങോട്ട് കയറാൻ നോക്കുന്നു, പക്ഷെ കയറാൻ കഴിയുന്നില്ല. അപ്പൊ മറിയം കുറെ താഴേക്ക് ഇറങ്ങി വരുന്നു. അതിനുശേഷം മസീഹ് കൈ കാണിക്കുന്നു, പക്ഷെ എത്തുന്നില്ല. അപ്പോൾ മറിയം നേരെ താഴത്തേക്ക് ഏറ്റവും ചെറിയ നിലവാരത്തിൽ വന്നിട്ട് കുറച്ചു ഉയരത്തിൽ നിൽക്കുന്നു. അപ്പോൾ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം കൈ കാണിക്കുമ്പോൾ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അങ്ങനെ തന്നെ കൈ കൊണ്ടെടുത്തിട്ട് ഒരു മാതൃ സ്നേഹത്തോടു കൂടി തന്റെ തോളിലിട്ടുകൊണ്ട് പോകുന്നു. ഇതൊരു സിംബോളിക് ഭാഷയാണ്. അള്ളാഹുവിനോട് നമ്മൾ കാണിക്കുന്ന മുഹബ്ബത്തിന്റെ ഒരു കൈ കാണിക്കൽ മാത്രമേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അത് പോകാൻ കഴിയില്ല. പക്ഷെ അള്ളാഹുവാണ് ആ മുഹബ്ബത്തിന് ഇങ്ങോട്ട് അങ്ങനെ കൈ കാണിക്കുമ്പോൾ അള്ളാഹിന്റെ മുഹബ്ബത്ത് തനി അങ്ങോട്ട് ഇറങ്ങി വരും. ഈ തത്വമാണ് ലവ് ക്രിയേറ്റ്സ് ലവ്. സ്നേഹത്തെ ഉൽപ്പാദിപ്പിക്കും എന്നുള്ള തത്വം. അപ്പൊ ആ മുഹബ്ബത്ത് ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ അള്ളാഹുവിനോടുള്ള മുഹബ്ബത്ത് നമ്മൾ ഉണ്ടാക്കുകയാണ് വേണ്ടത്. എങ്ങനെ ഉണ്ടാക്കാന്ന് ഞാൻ പറയാം. പക്ഷെ ആ മുഹബ്ബത്ത് അള്ളാഹിനോട് ഉണ്ടാക്കുമ്പോൾ അതുണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ശിക്ഷകളെ കുറിച്ചുള്ള പേടിയല്ല, പ്രതീക്ഷയാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു. ഇമാം ഗസാലിയുടെ തത്വശാസ്ത്രത്തെ ഖണ്ഡിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ, അതിന്റെ പോരായ്മകൾ എടുത്തു പറയേണ്ട അവസ്ഥ അവിടെയാണ്. ശിക്ഷകളെ കുറിച്ചുള്ള പേടി മുഹബ്ബത്ത് ഉണ്ടാക്കില്ല. അപ്പൊ അള്ളാഹുവിന്റെ മഹത്തായ പ്രതീക്ഷയിൽ നമ്മൾ കൈപൊക്കി നിൽക്കുകയാണ്. ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് മുഹബ്ബത്തോടു കൂടിയാണ്. റബ്ബേ ഇവിടുന്ന് അങ്ങോട്ട് വരില്ല, നിവൃത്തിയില്ല, എനിക്ക് നീ തന്നെ പൊറുക്കല്ല, നിവൃത്തിയില്ല. അങ്ങനെ അവനോട് കേണ് അപേക്ഷിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അള്ളാഹ് തന്നെ ഇറങ്ങി വരുന്നു. ആ റുയയിൽ കണ്ടത്, ആ കസ്സിൽ കണ്ടത് അള്ളാഹ് സ്വയം താഴേക്ക് ഇറങ്ങി വരുന്നു എന്നുള്ളതാണ്. ആ ഇറങ്ങി വരുന്നതിന് വേണ്ടി മുഹബ്ബത്ത് ഒന്നുകൂടെ ആലോചിക്കുക, എങ്ങനെ ഉണ്ടാവും? മുഹബ്ബത്ത് ഉണ്ടാകുന്നത് ഇഹ്സാൻ കൊണ്ടും ഹുസ്ൻ കൊണ്ടുമാണ്. ഹുസ്ൻ എന്ന് പറഞ്ഞാൽ അഴക്,
ഒരാളുടെ സൗന്ദര്യം കണ്ടാൽ ഒരാൾക്ക് മുഹബത്ത് ഉണ്ടാവും. അപ്പൊ അള്ളാഹുവിന്റെ സൗന്ദര്യത്തെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹുവിന്റെ സൗന്ദര്യം ഏതിലും കാണാം. मसीह अलैहिस्सलाम चांद को कल देख कर मैं सख्त बेकल हो गया क्योंकि कुछ था निशान उसमें जमाले यार. രാത്രി ഞാൻ ചന്ദ്രനെ നോക്കിപ്പോയി. ഞാൻ പരവശനായിരുന്നു പോയി. കാരണം ആ ചന്ദ്രനിലും എന്റെ റബ്ബിന്റെ ജമാൽ, റബ്ബിന്റെ സൗന്ദര്യത്തിന്റെ അടയാളങ്ങൾ എനിക്ക് കാണാൻ കഴിഞ്ഞു. അള്ള തരുന്ന ഓരോ റിസുക്കിലും അതിന്റെ അടയാളങ്ങളുണ്ട്. അള്ള തന്ന ഓരോ കൈയിന്റെ ശക്തിയിലും വിരലിന്റെ ശക്തിയിലും രക്തത്തിന്റെ ഓരോ കണങ്ങളിലും അതിന്റെ അടയാളങ്ങളുണ്ട്, സൗന്ദര്യമുണ്ട്. ഡിച്ചിൽ നിന്ന്, അഴുക്കുകാലിൽ നിന്ന് മുളച്ചു വരുന്ന ചെറിയ ഒരു ചെടി ഉണ്ടെങ്കിൽ അതിലും അഴകാണുള്ളത്. അത് മുളച്ചു വരുമ്പോൾ ശുദ്ധമായിട്ടാണ് വരുന്നത്. ലോകത്ത് എവിടെ നോക്കിയാലും അഴക് കാണാൻ കഴിയും. ഏത് ജീവനെ നോക്കിയാലും ഏത് ചരാചരങ്ങളെ നോക്കിയാലും. അപ്പൊ ആ അഴകുകളുള്ള റബ്ബ് എത്ര അഴകുള്ളവനായിരിക്കും. ആ അഴക് എന്നെയും അതേപോലെ സൃഷ്ടിച്ച റബ്ബിന്, അഴകോടുകൂടി സൃഷ്ടിച്ച റബ്ബിനോട് എനിക്ക് സ്നേഹം ഉണ്ടാവില്ല. ഇത്രയും ചരാചരങ്ങൾ അഴകോടുകൂടി എനിക്ക് നൽകിയ റബ്ബിനോട് എനിക്ക് സ്നേഹം വേണ്ടേ? ഇതൊരു സ്നേഹത്തിന്റെ ഒരു വഴിയാണ്. മറ്റൊന്ന് ഇഹ്സാനാണ്. അത് നമ്മോട് ചെയ്ത കാരുണ്യങ്ങളാണ്. ഈ നേരത്തിന് നാവ് എനിക്ക് അനക്കാൻ കഴിഞ്ഞിട്ട് ഒന്നുമില്ല. ഞാൻ എന്റെ ബുദ്ധിയുടെ ഒരു നെറുസ് തകരാറായ ഒന്നും ചെയ്യാൻ കഴിയില്ല. ആലോചിച്ചു നോക്കി, നമ്മുടെ കൈകാലുകൾ, നമ്മുടെ ചിന്തകൾ, ഇതൊക്കെ പുറമെ നമ്മുടെ നാലു ഭാഗമുള്ള നമ്മുടെ കുടുംബം, നമ്മുടെ ബന്ധം, നമ്മുടെ സ്വാധീനങ്ങൾ, അറിവിന്റെ തന്തികൾ, ഏതെല്ലാം അല്ലാഹുവിന്റെ ഇഹ്സാനെ കുറിച്ച് പറയും. ഒരു ഭാഷ പഠിക്കുന്ന അലിഫുബാ തൊട്ട് പഠിക്കുന്ന സമയം, അതിനുശേഷം ആ ഭാഷ കൈകാര്യം ചെയ്യുന്ന അവസ്ഥ, അതതിന്റെ നമ്മൾ ഏത് രംഗത്ത് ഒരു പ്രൊഫഷനിലുള്ള ആളാണെങ്കിൽ ആ പ്രൊഫഷന്റെ ABCD തുടങ്ങിയ സമയം ഇന്ന് അതിന്റെ രംഗത്ത് നിൽക്കുന്ന അവസ്ഥ. ഇതിന്റെ മധ്യത്തിൽ എത്രയെത്ര നിമിഷങ്ങൾ അള്ളാഹുവിന്റെ അനിതര സാധാരണമായ ഔദാര്യങ്ങൾ കൊണ്ട് നിർഭരമാണെന്ന് നമുക്ക് നോക്കാവുന്നേ ഉള്ളൂ. മണൽത്തരി എണ്ണിത്തീർക്കാൻ കഴിയും, പക്ഷെ എന്റെ ഔദാര്യങ്ങൾ എണ്ണിത്തീർക്കാൻ കഴിയുകയില്ലെന്ന് ഇബ്രാഹിമിനോട് അള്ള പറഞ്ഞ അതാണ്. എവിടെയാണ് എണ്ണുക? ഈ ഔദാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ മുഹബത്ത് ഉണ്ടാവും. ഇനി ഉള്ള പ്രശ്നം, ഇതൊക്കെ ഉണ്ടായിട്ടും അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ച് ചിന്തിക്കുന്നു, ഔദാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുന്നു, അവന്റെ സൗന്ദര്യത്തെ കുറിച്ച് ആലോചിക്കുന്നു. എന്നിട്ടും നന്മ ചെയ്യാൻ കഴിയുന്നില്ല, തിന്മയിൽ നിന്ന് വിലങ്ങി നിൽക്കാൻ കഴിയുന്നില്ല. എന്തു ചെയ്യണം? അവിടെ വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മുഹബത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. മുഹബത്തിനുള്ള ശക്തി നമുക്ക്, ഇപ്പോൾ മാതാവ് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അങ്ങനെ കുറെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാളെ ഞാൻ ജീവിതത്തിൽ മെനക്കെട്ട് അയാളെ ഉമ്മയായിട്ട് അടുപ്പിച്ചിട്ടുണ്ട്. ഇന്ന് അത്രയും ശക്തിയായിട്ട് ആ ഉമ്മാനെയും മാനെയും കാണുമ്പോൾ എനിക്ക് സ്നേഹമുണ്ട്. ഉമ്മാനെ ഉമ്മാന്ന് വിളിക്കാൻ തയ്യാറല്ല. പക്ഷെ ആ സ്നേഹം അയാളുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ഈ ഒരൊറ്റ വരികൾ വെച്ചുകൊണ്ടാണ് ഞാൻ ശ്രമിച്ചത്. ഇന്ന് അയാൾ ഉമ്മാനെ സ്നേഹിക്കുന്നത് മാത്രമല്ല, അത് വേറെ ആരും സ്നേഹിക്കുന്നില്ല അത്ര. പക്ഷെ അത് ഈ ഒരു പേജിലുള്ള ഈ വരികളാണ് എന്നെ പ്രചോദിപ്പിച്ചത്, അതിന് വഴികാട്ടിയത്. ഞാൻ പറഞ്ഞു വരുന്നത്, സ്നേഹം മരിച്ചുപോയ ഒരാൾക്ക് അല്ലാഹുവിനെ സ്നേഹിക്കാൻ കഴിയില്ല. ആ മരിച്ചുപോയ ഒരാൾക്ക് എങ്ങനെ സ്നേഹത്തെ ഒഴിവാക്കാന്നുള്ളതാണ്, അതിനെങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ്. ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല നമ്മോട് പറയുന്നു, മുഹബ്ബത്തിനെ ഉസ് എഹ്സാസാത്ത് കോ ഉഭാറെ, ആ വികാരങ്ങളെ ആവേശോജ്വലമാക്കിക്കൊണ്ട് ഉത്തേജിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവരിക. അതെങ്ങനെയാണ് ഉത്തേജിച്ച് കൊണ്ടുവരല്? വാക്കിൽ കൊണ്ടുവരണമല്ലോ, പ്രവൃത്തി കൊണ്ടുവരണമല്ലോ. പ്രവൃത്തിയിൽ എങ്ങനെ കൊണ്ടുവരാം? ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് തസന്നു, അഭിനയിക്കുക. നമസ്കരിക്കാൻ കഴിയില്ലെങ്കിൽ കഴിയുന്ന പോലെ അഭിനയിക്കുക.
നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളോട് നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സ്നേഹമുള്ള പോലെ അഭിനയിക്കുക. ഒരാൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്തവരുണ്ടാവും, പക്ഷെ നമ്മൾ പറയിരിക്കുന്നു, അഭിനയിച്ച് പറയുക, അഭിനയത്തിൽ സ്നേഹം കാണിക്കുക. ഞാനീ പറയുന്നതൊക്കെ നമ്മളെ എതിർക്കുന്ന കാര്യങ്ങളാണ് ചില സമയത്ത്. പക്ഷെ ഇത് ഈ രോഗത്തിന്റെ ചികിത്സയുടെ രംഗത്ത് വരുമ്പോൾ അതാണ് അഭികാമ്യമായിട്ടുള്ളത്. സാധാരണഗതിയിൽ ഒരുത്തന്റെ മുമ്പിൽ അഭിനയിക്കൽ ശരിയല്ല. പക്ഷെ അള്ളാഹുവിന്റെ മുഹബ്ബത്ത് നഷ്ടപ്പെട്ട ഒരാൾക്ക് നന്മകൾ ചെയ്യുന്നതിനും തിന്മ ചെയ്യാതിരിക്കുന്നതിനും സാധിക്കാത്തൊരവസരം വരുമ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ജനങ്ങളോട് അഭിനയിക്കുക എന്നുള്ളതാണ്. സ്നേഹം കാണിച്ച് അഭിനയിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അഭിനയിക്കുമ്പോൾ നമുക്ക് സ്വയം ജനങ്ങളെ സ്നേഹിക്കാൻ കഴിയും. നേരത്തെ പറഞ്ഞ ലവ് ക്രിയേറ്റ്സ് ലവ് എന്നുള്ള ലവിനെ കുറിച്ചുള്ള ഒരു അവബോധം നമ്മുടെ മനസ്സിലുണ്ടായിട്ടുണ്ട്. ലവിന്റെ വിത്ത് പാകപ്പെടും. ആ സ്നേഹത്തിൽ നിന്ന് പിന്നെ അടുത്ത പടി നമ്മൾ സ്നേഹിക്കേണ്ട ആളുകളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമുക്ക് നേരിട്ട് സ്നേഹിക്കാൻ ഉള്ളിലില്ല, പിന്നെ എങ്ങനെ എന്ത് ചെയ്യും? നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ ഭാര്യ മക്കളെ, നമ്മുടെ ബന്ധുക്കളെ നമ്മൾ സ്നേഹിക്കുക. അതിന് കാരണം എന്താണ്? അത് അള്ളത്ത് തന്ന രക്തത്തിലുള്ളതാണ്. അതിനെ നമ്മൾ മലിവസമാക്കി കളഞ്ഞാണ്. അതവിടെ ഉത്തേജിപ്പിക്കാൻ എളുപ്പമുണ്ട്. അത് പ്രകൃതിയിൽ അന്തർലീനമാണ്. ആ സ്നേഹത്തിനെ നമ്മൾ ഉത്തേജിപ്പിച്ച് സ്നേഹം കാണിക്കുക, മാതാപിതാക്കളോട് കാണിക്കുക, സ്നേഹിക്കേണ്ട ആളുകളെ സ്നേഹിക്കുക, അവരെ വെറുക്കാതിരിക്കുക. അപ്പൊ ആ സ്നേഹം അള്ളാഹുവിനോടുള്ള സ്നേഹമായി പിന്നീട് അത് മാറും. അള്ളാഹുവിനോട് സ്നേഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അള്ളാഹു നമ്മളെ എത്തിക്കുന്നു.